മത്തായി സുവിശേഷം 6-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ബൈബിളിലുള്ള എല്ലാവരും തുറന്നാട്ടെ. മത്തായി സുവിശേഷം 6-ാം അധ്യായം 9 മുതൽ 13 വരെ. മത്തായി സുവിശേഷം 6-ാം അധ്യായം 9 മുതൽ ശബ്ദമുയർത്തി നമുക്ക് ഒരുമിച്ച് വായിക്കാം. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ: സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. എല്ലാവരും ആമേൻ പറഞ്ഞാട്. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിക്കും എന്ന് യേശു കർത്താവ് പഠിപ്പിച്ചു. അർത്ഥം സ്തോത്രം. ഇറ്റ്സ് എ റോൾ മോഡൽ പ്രെയർ, അല്ലെങ്കിൽ വിച്ച് ഈസ് എ മോഡൽ പ്രെയർ. അതൊരു മാതൃകാ പ്രാർത്ഥന. ശബ്ദം പറഞ്ഞാട്ടെ, എന്താണ് മാതൃകാ പ്രാർത്ഥന? കർത്താവ് പഠിപ്പിച്ചതുകൊണ്ട് ട്രഡീഷണലി സഭ പറഞ്ഞു വരുന്നു കർത്താവിൻ്റെ പ്രാർത്ഥന. ശിഷ്യന്മാരെ പഠിപ്പിച്ചതുകൊണ്ട് നാം അതിനെ വിളിക്കുന്നു ശിഷ്യന്മാരുടെ പ്രാർത്ഥന. സോ മാതൃകാ പ്രാർത്ഥന, കർത്താവിൻ്റെ പ്രാർത്ഥന, ശിഷ്യന്മാരുടെ പ്രാർത്ഥന. എത്ര വിഷയങ്ങൾക്ക് വേണ്ടിയാണ് സ്തോത്രം യേശു കർത്താവ് പ്രാർത്ഥിപ്പാൻ വേണ്ടി പഠിപ്പിച്ചത്? ഈസ് എ ഗോഡ് ഓഫ് പെർഫെക്ഷൻ. അവൻ പൂർണ്ണതയുടെ ദൈവമാണ്. അതുകൊണ്ട് സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞ ശേഷം 7 വിഷയങ്ങളാണ് സ്തോത്രം അതിൽ സംഗ്രഹിച്ചിരിക്കുന്നത്. 7 ദൈവിക പൂർണ്ണതയുടെ സംഖ്യയാണ്. നമ്മുടെ ദൈവം അപൂർണനല്ല. ഇന്ന് പകൽക്കാലം അവൻ സമ്പൂർണനായ ദൈവം. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് തകരാനല്ല, ഉടയ്ക്കപ്പെടാനല്ല, മറ്റുള്ളവരുടെ മുന്നിൽ പരിഹാസപാത്രമായി കിടപ്പാനല്ല. പകരം ക്രിസ്തുവിൻ്റെ പൂർണ്ണത നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ആ 7 കാര്യങ്ങൾ നോക്കിയാട്ടെ. അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. ദാറ്റ് മീൻസ് അത് പ്രൈസാണ്. അത് ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിയാണ്. അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. 2, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ ആകണമേ. ഞാനിങ്ങനെ പറയട്ടെ, ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി നിങ്ങൾ ജീവിക്കണം. ഒരിക്കൽ കൂടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അജണ്ട, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി വ്യക്തിയായി കുടുംബമായി നിങ്ങൾ ജീവിക്കണം. ആമേന് ബലമില്ലായിരുന്നു. ഒരിക്കൽ കൂടെ പറയാം, ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി മാത്രം ജീവിക്കണം. ദൈവനാമം ദൂഷിക്കപ്പെടാവുന്ന ഒന്നും നിന്റെ കോമ്പൗണ്ടിൽ പ്രവേശിക്കല്ലേ. ദൈവത്തിൻ്റെ നാമം വലുതും ചെറുതുമായ കാര്യങ്ങൾ നിങ്ങളിൽ മഹത്വമടിക്കണം. 2, ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി നിങ്ങൾ അധ്വാനിക്കണം. LDFനോ UDFനോ മൂന്നാം മുന്നണിക്കോ വേണ്ടിയല്ല, പകരം ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി നിങ്ങൾ അധ്വാനിക്കണം. 3, ദൈവത്തിൻ്റെ ഇഷ്ടം ഭൂമിയിൽ സ്തോത്രം നിങ്ങളിലൂടെ നിറവേറണം. നിങ്ങളുടെ ഇഷ്ടമല്ല, നിങ്ങളുടെ സൗകര്യമല്ല, മറ്റുള്ളവർ കാണിക്കുന്നത് പോലെയുള്ള കാര്യം എനിക്കും വേണമെന്നല്ല, പകരം ദൈവത്തിൻ്റെ ഇഷ്ടം. ദൈവികതമില്ലാത്ത എല്ലാം പൊളിയട്ടെ. ആരോ ഞെട്ടി, ആരോ അപ്സെറ്റായി. ഒരിക്കൽ കൂടെ പറയാം, ദൈവഹിതമില്ലാത്ത എല്ലാം പൊളിയട്ടെ, ദൈവഹിതമില്ലാത്ത എല്ലാം അടയട്ടെ, ദൈവഹിതമില്ലാത്ത എല്ലാം മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിൽ പോലെ ഭൂമിയിലാകണമേ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ നിങ്ങൾ ജീവിക്കുന്നെങ്കിൽ സ്തോത്രം, നിങ്ങൾ ചോദിക്കുന്നതിനേക്കാൾ ചിന്തിക്കുന്നതിനേക്കാൾ അത്യന്തപരമായി നിങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ദിനം പ്രതി ദൈവം നൽകും. അർത്ഥം സ്തോത്രം, ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം നിങ്ങൾക്ക് കരുതുന്ന കർത്താവായി വെളിപ്പെടും. ആ കരങ്ങൾ ഒന്ന് കാണട്ടെ. ഇത് കടം വാങ്ങുന്ന കരങ്ങളല്ല, ഇത് വിഷക്കുപ്പി ചുമക്കുന്ന കരങ്ങളല്ല, ഇത് തൂങ്ങാൻ കയറെടുക്കുന്ന കരങ്ങളല്ല. ഈ കരങ്ങൾ ചെയ്യുന്നതെല്ലാം സാധിക്കുവാൻ പോകുകയാണ്. ഇത് അത്ഭുതങ്ങളുടെ കരങ്ങളാണ്, ഇത് നന്മ ചെയ്യുന്ന കരങ്ങളാണ്. തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ സ്തോത്രം, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. അതൊരു കണ്ടീഷനാണ്. സ്തോത്രം, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഇന്ന് പകൽ നാം കേൾക്കുന്ന ഈ ദൂതിൻ്റെ തലക്കെട്ട് ഇതാണ്: ഫൊർഗീവ്നെസ് ദ ഫണ്ടമെൻ്റൽ ഡോക്ട്രിൻ. ഫൊർഗീവ്നെസ് ദ ഫണ്ടമെൻ്റൽ ഡോക്ട്രിൻ. ക്ഷമ അടിസ്ഥാന ഉപദേശമാണ്. ക്ഷമ അടിസ്ഥാന ഉപദേശമാണ്. ആർക്കെങ്കിലും സ്തോത്രം പറയാൻ പറ്റുമോ? മറ്റുള്ളവരുടെ കൈപ്പുള്ളവർ വന്നിട്ടുണ്ടോ? ഓ ഹല്ലേലൂയ. മകളെ, ഒരു 2 ഫാൻ കൂടെ തന്നേ, എനിക്ക് നല്ല ചൂട് തോന്നുന്നു. ഒരു കൂടെ സ്തോത്രം. മറ്റുള്ളവരോട് പിണങ്ങിയിരിക്കുന്നവർ വന്നിട്ടുണ്ടോ? മറ്റുള്ളവരോട് ഉടക്കിയിരിക്കുന്നവർ വന്നിട്ടുണ്ടോ? കോടതിയിൽ മറ്റുള്ളവരുമായി കേസിൽ ഉടക്കി കിടക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നോ? എനിക്കിന്ന് നിങ്ങളോട് പറവാൻ ദൈവം എനിക്ക് തന്നു വിട്ടിട്ടുള്ള ടെലഗ്രാം ഇതാണ്: ഫൊർഗീവ്നെസ് ദ ഫണ്ടമെൻ്റൽ ഡോക്ട്രിൻ. ക്ഷമ അത് അടിസ്ഥാന ഉപദേശമാണ്. ക്ഷമ
അത് അടിസ്ഥാന ഉപദേശമാണ്. യേശുവുള്ള ജീവിതത്തിനായി ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുമ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യമല്ല, ലക്ഷോപലക്ഷം പ്രാവശ്യം, മേ ബി അതിൽ കൂടുതൽ ക്ഷമിച്ചുകൊണ്ടേ ജീവിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. ഹല്ലേലൂയ. 4 സ്തോത്രം ഞാൻ കേട്ടു. അത് പറഞ്ഞവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ക്ഷമിച്ചുകൊണ്ടേ ജീവിക്കുക, അതാണ് ക്രിസ്തീയ ജീവിതം. 2 ഉദാഹരണങ്ങൾ പറയാം. സ്തോത്രം. 2 ഉദാഹരണങ്ങൾ. 1981 മെയ് മാസം 13 സ്തോത്രം, വത്തിക്കാൻ സിറ്റിയിൽ വച്ച് ജോൺ പോൾ സെക്കൻഡിന് വെടിയേറ്റ്. ജോൺ പോൾ സെക്കൻഡ് എന്ന സ്തോത്രം, അതെ, ആത്മീയ നേതാവിന്, ഒരുപക്ഷെ ക്രൈസ്തവ നേതാവിന് എന്ന് നമുക്ക് പറയാം. അദ്ദേഹം ഒരു ഗോൾലി പോപ്പായിരുന്നു. അദ്ദേഹം പരിശുദ്ധാത്മാവിൽ വിശ്വസിച്ചിരുന്ന ഒരു ദൈവദാസൻ എന്നാണ് അർജന്റീനൻ കത്തോലിക്കർ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ 10,000-കണക്കിന് ആൾക്കാർ, കത്തോലിക്കർ, കരിസ്മാറ്റിക് റിവൈവലിൽ അന്യഭാഷകൾ സംസാരിക്കാറുണ്ടായിരുന്നു എന്നാണ് വിൻസെൻ്റ് സൈനൻ എഴുതിയ ലൈക്ക് എ മൈറ്റി വിൻഡ് എന്ന പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുള്ളത്. ആ പുസ്തകത്തെക്കുറിച്ച് ഞാൻ ഒരിക്കൽ കൂടെ പറയാം. വിൻസെൻ്റ് സൈനൻ്റെ ലൈക്ക് എ മൈറ്റി വിൻഡ്. സ്തോത്രം. അല്ലെങ്കിൽ പെൻറ്റക്കോസ്റ്റൽ ഹിസ്റ്ററി, വിൻസെൻ്റ് സൈനൻ എഴുതിയ പെൻറ്റക്കോസ്റ്റൽ ഹിസ്റ്ററി, കരിസ്മാറ്റിക് പെൻറ്റക്കോസ്റ്റൽ റിവൈവലിനെ കുറിച്ച് സ്തോത്രം പറയുമ്പോൾ ഈ പോപ്പിൻ്റെ മുൻപിൽ വെച്ച് 10,000-കണക്കിന് യുവാക്കൾ അന്യഭാഷകൾ സംസാരിക്കാറുണ്ടായിരുന്നു. എൻ്റെ വിഷയം അതല്ല, സ്തോത്രം. പക്ഷേ കേൾക്കണമേ, മെയ് മാസം 13 1981 വത്തിക്കാൻ സ്ക്വയറിൽ വെച്ച് അദ്ദേഹം വെടിയേറ്റു. നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ ആ സംഭവം? നമ്മുടെ ചെറുപ്പത്തിലായിരുന്നു അത് എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത്. സ്തോത്രം. അതെ, അങ്ങനെ അദ്ദേഹം വെടിയേറ്റു. വളരെ മാരകമായിരുന്നു. സ്തോത്രം. തൻ്റെ ജീവൻ നഷ്ടപ്പെടാമായിരുന്നു. 3 പേർക്കാണ് പരിക്കേറ്റത്. അതിൽ എൻ്റെ വിശദ വിവരം നിങ്ങളിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ പോപ്പ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ജോൺ പോൾ സെക്കൻഡ് അത്ഭുതകരമായി രക്ഷപ്പെട്ട് 2.5 വർഷം കഴിഞ്ഞപ്പോൾ 27 ഡിസംബർ 1983 ഈ വെടിവയ്പ് നടന്നത്. 2.5 വർഷം കഴിഞ്ഞപ്പോൾ 1983 ഡിസംബർ മാസം 27 ക്രിസ്മസിനോട് അടുത്ത ദിവസങ്ങളിൽ പോപ്പി പ്രകാരം പറഞ്ഞു, എന്നെ ആരാണോ വെടിവെച്ചത്, എന്നെ ആരാണോ കൊല്ലാൻ ശ്രമിച്ചത്, ആ മനുഷ്യനെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു. ആ ടർക്കിക്കാരനെ, സ്തോത്രം, അദ്ദേഹം ചെന്ന് കണ്ട്. എന്താ ചെന്ന് കണ്ട് സംസാരിച്ചത്? നിങ്ങൾക്ക് സ്തോത്രം ഇൻ്റർനെറ്റിൽ നിങ്ങൾക്ക് കാണുവാൻ തക്കോണം കഴിയും. സ്തോത്രം വെറുപ്പല്ല, വിദ്വേഷമല്ല, ക്ഷമയാണ് ജയിക്കുന്നത് എന്നാണ് താൻ പറഞ്ഞത്. തുറന്ന ഇൻ്റർനെറ്റിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആരാണോ തന്നെ വെടിവെച്ചത് ആ മനുഷ്യൻ ഒരു കത്തോലിക്ക പുരോഹിതനാകാൻ അദ്ദേഹം ശ്രമിച്ചു അത്രേ. അർത്ഥം, സ്തോത്രം, പോപ്പ് പോയി ആ മനുഷ്യനെ കണ്ടു അത്രേ. കാരണം ഈ പുസ്തകം നിറയെ പ്രതികാരമല്ല. ഈ പുസ്തകം ഒരു കയ്യിൽ എടുത്തിട്ട് മറ്റേ കയ്യിൽ വാള വഹിപ്പാൻ പറയുന്ന പുസ്തകമല്ല ഇത്. ഈ പുസ്തകം ആരാണോ എടുത്തത് അത് മറ്റുള്ളവരുടെ കണ്ണുനീർ തുടയ്ക്കുന്ന കരങ്ങൾ അത്രേ അവർക്കുള്ളത്. കാരണം ഇത് പ്രതികാരത്തിൻ്റെ പുസ്തകമല്ല, ഇത് കയ്പിൻ്റെ പുസ്തകമല്ല, ഇത് സ്നേഹത്തിൻ്റെ പുസ്തകമാണ്. ഹല്ലേലൂയ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. കേട്ടവരെല്ലാവരും ആമേൻ പറഞ്ഞേ. അതാണ് നിൻ്റെ യേശു. നിൻ്റെ യേശു പ്രോസ്പെരിറ്റി തരുന്നവൻ, അനുഗ്രഹിക്കുന്നവൻ, ഉയർത്തുന്നവൻ, മാനിക്കുന്നവനൊക്കെ തന്നെയാണ്. പക്ഷേ അതേ സമയത്ത് അവൻ്റെ അടിസ്ഥാനം, സ്തോത്രം, അവൻ്റെ അടിസ്ഥാന സ്വഭാവം എന്ന് പറയുന്നത് ക്ഷമയാണ്. ക്ഷമ അടിസ്ഥാന ഉപദേശം. ഫർഗിവ്നെസ് ദ ഫണ്ടമെൻ്റൽ ഡോക്ട്രിൻ. രണ്ടാമത്തെ കാര്യം ഞാൻ പറയട്ടെ. രണ്ടാമത്തെ ഇൻസിഡൻറ്റ് 1999 ജനുവരി മാസത്തിൽ ഇന്ത്യയിൽ ഒറീസയിൽ വെച്ച് ഗ്രഹാം സ്റ്റെയിൻസ്, അദ്ദേഹത്തിൻ്റെ 2 കുഞ്ഞുങ്ങൾ ഫിലിപ്പ്, തീമത്തി, അവർ സ്തോത്രം അതേ കൊല്ലപ്പെടുകയുണ്ടായി. അവർ തീവ്രവാദികളാൽ, സ്തോത്രം, അതേ ഗ്രഹാം സ്റ്റെയിൻസ്, അദ്ദേഹത്തിൻ്റെ 2 മക്കൾ അവർ കൊല്ലപ്പെടുകയുണ്ടായി. ഇഴഞ്ഞ് നീങ്ങിയതായ നിയമ പോരാട്ടത്തിൻ്റെ ഒടുവിലായി അവരെ പേരിന് ശിക്ഷിച്ച് ഗ്ലാഡിസ് എന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പത്ര റിപ്പോർട്ടേഴ്സ് ഇപ്രകാരം ചോദിച്ചു, സ്തോത്രം, അതെ, അവർ ശിക്ഷിക്കപ്പെട്ടു, നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? നിങ്ങളുടെ ഭർത്താവിനെയും നിങ്ങളുടെ പിഞ്ചു കുഞ്ഞുങ്ങളെയും തീയിലിട്ട് ചുട്ടുകൊന്നതായി ആ വാഹനത്തിൽ എവിടെ കിടന്നുറങ്ങുമ്പോൾ അവരെ, സ്തോത്രം, ചുട്ടുകൊന്ന അവരെ ശിക്ഷിച്ചതിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? ഗ്ലാഡിസ് ഇപ്രകാരമാണ് പറഞ്ഞത്, സന്തോഷമോ? ഞാനവരോട് പണ്ടേ ക്ഷമിച്ചു.
സന്തോഷമോ? ഞാൻ അവരോട് പണ്ടേ ക്ഷമിച്ചു. ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് ആവശ്യം കത്തോലിക്ക സ്വഭാവമോ പ്രൊട്ടസ്റ്റന്റ് സ്വഭാവമോ പെന്തിക്കോസ് സ്വഭാവമല്ല. ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് ആവശ്യം യേശുവിൻ്റെ സ്വഭാവം മാത്രമേ. ഹല്ലേലൂയ. യേശുവിൻ്റെ സ്വഭാവമാണ് സ്തോത്രം അതെ ജയിക്കുന്നത്. കാരണം യേശു തോറ്റവനല്ല, യേശു ജയിച്ചവനാണ്. നിങ്ങൾക്ക് വേണ്ടി ഇത് പാതിരിയുടെയും പ്രവാചകൻ്റെയും പാസ്റ്ററുടെയും സ്വഭാവമല്ല, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിൻ്റെ സ്വഭാവത്തിന് നിങ്ങൾക്ക് വേണ്ടിയത്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 6-7 വാക്യങ്ങൾ വേദപുസ്തകം പറയുന്നു, ഹാവിങ് ദ നേച്ചർ ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായിരിക്കും. അടുത്തിരിക്കുന്നവർ തൊട്ട് പറഞ്ഞാട്ടെ, ക്രിസ്തുവിൻ്റെ ഭാവം. പറഞ്ഞാട്ടെ, ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായിരിക്കും. അതെ, ക്രിസ്തുവിൻ്റെ ഭാവം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഭാവമാണ്. ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായിരിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് പറവാനുള്ള 100 കണക്കിന് 1000 കണക്കിന് കഥകളുണ്ടായിരിക്കും, വേദനയുടെ ചരിത്രങ്ങളുണ്ടായിരിക്കും. നമുക്കൊരു ദിവസം ഒന്നിരുന്നൊന്ന് പറഞ്ഞു നോക്കണം. സ്തോത്രം. അതെ, ഹല്ലേലൂയ. നിങ്ങൾക്ക് പറവാൻ അവർ നിങ്ങൾക്കെതിരെ പാര വെച്ചത്, അവർ നിങ്ങൾ ഇട്ടേച്ചു പോയത്, നിങ്ങൾക്കെതിരെ അപവാദം പറഞ്ഞത്, നിങ്ങളെ കൂടെ നിന്ന് ചതിച്ചത്, നിങ്ങൾ പോലും ചിന്തിച്ചിട്ടില്ലാത്ത ഹോളിവുഡ് ബോളിവുഡ് സിനിമകൾ എടുത്തിട്ടില്ലാത്തതായ നിറം പിടിച്ച കള്ള കഥകൾ പ്രചരിപ്പിച്ചത്, അപവാദം പറഞ്ഞത്, നിങ്ങളെ ഒതുക്കാൻ ശ്രമിച്ചത്, നിങ്ങൾക്ക് തകർക്കാൻ ശ്രമിച്ച 1000 കണക്കിന് കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കാം. പക്ഷേ പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവത്തിൻ്റെ പ്രിയാൽ താഴ്മയോടെ ഞാൻ പറയട്ടെ, നമ്മൾ പിന്നോട്ട് പോകുന്ന ഞണ്ടല്ല, നമ്മൾ മുന്നോട്ട് പോകുന്ന മത്സ്യമത്രേ. അതുകൊണ്ട് ക്ഷമിച്ചേ പറ്റത്തുള്ളൂ. മനഃപൂർവ്വം ക്ഷമിക്കണം. ക്ഷമ അതൊരു അടിസ്ഥാന ഉപദേശമാണ്. സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. 4000 വർഷങ്ങൾക്ക് മുമ്പ് ഇന്നും നിലനിൽക്കുന്ന സൗദി അറേബ്യയുടെ മണ്ണിൽ ഇന്ന് നിലനിൽക്കുന്ന ആ സീനാ മലയിലേക്ക് ആ മനുഷ്യനെ ദൈവം വിളിച്ചു കയറ്റി, മോശയെ വരിക, ഒരു പ്രാവശ്യം നീ വന്നതാണ്, വീണ്ടും രണ്ടാമതൊരിക്കൽ കൂടെ വരിക. കയറി ചെല്ലാൻ അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു, നല്ല പേടിയുണ്ടായിരുന്നു. കാരണം ഈ ഇറങ്ങി നിൽക്കുന്നവനായ ദൈവം മലയാളിയല്ല, ദൈവം തീക്ഷ്ണതയുള്ളവനാണ്. ഇറങ്ങി നിൽക്കുന്ന ദൈവം കത്തുന്ന തീ പോലെ ആകാശം സ്പർശിക്കാത്ത ക്രമത്തിൽ ഇതാ തീ കത്തി നിൽക്കുന്നു. ഭൂമി കുലുക്കമുണ്ട്, ഉയർന്നു വരുന്ന കാഹളനാദമുണ്ട്. സ്തോത്രം. ഇതിൻ്റെ നടുവിൽ കൽപ്പലകയെ ഉടച്ച മോശയാണ് വീണ്ടും കയറി ചെല്ലുന്നത്. കാളക്കുട്ടിയുടെ കേസിൽ സ്തോത്രം കൽപ്പലക ഉടച്ച കർത്താവ് എന്നെ വിളിക്കുന്നു. കയറി ചെല്ലുമ്പോൾ ചുട്ട അടി തരാനാണോ കൊല്ലാനാണോ? മോശ പോലെ ഭയന്നാണ് നിൽക്കുന്നത്. മോശ കയറി ചെല്ലുമ്പോൾ കർത്താവ് പറഞ്ഞു, പുറപ്പാട് പുസ്തകം 34:7 വായിക്കുമ്പോൾ ദൈവം പറഞ്ഞു, പുറപ്പാട് 34:7 കർത്താവ് പറഞ്ഞു, ഞാൻ അകൃത്യവും അതിക്രമവും ക്ഷമിക്കുന്നവൻ. ഞാൻ അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ. 1000 ദയ പാലിക്കുന്നവൻ. അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ. കുറ്റം ഉള്ളവനെ വെറുതെ വിടാതെ. പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും 3ാമത്തെയും 4ാമത്തെയും തലമുറ വരെ സന്ദർശിക്കുന്നവൻ. എൻ്റെ 2ാമത്തെ ടേം നോക്ക്, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ. ശബ്ദമുയർത്തി ശക്തിയോടെ ആ പദം പറഞ്ഞാട്ടെ, അകൃത്യവും. കേട്ടില്ല? കഴിഞ്ഞ ആഴ്ച വീട്ടിൽ പറഞ്ഞതുപോലെ ശബ്ദമുയർത്തി പറഞ്ഞേ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ. ഒരിക്കൽ കൂടെ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ. അതെ, ദൈവമായ കർത്താവ് പ്രതികാരത്തിൻ്റെ ദൈവമായിരിക്കാം ശത്രുക്കൾക്ക്. പക്ഷെ തൻ്റെ മക്കളെ നോക്കി അവൻ പറയും, കുഞ്ഞേ, ഞാൻ നിൻ്റെ പാപത്തെ ക്ഷമിക്കുന്നവനാണ്. നിൻ്റെ വീട്ടിലെ അപ്പനെ പോലെയല്ല സ്വർഗത്തിലെ അപ്പൻ. നിൻ്റെ വീട്ടിലെ അമ്മയെ പോലെയല്ല സ്തോത്രം സ്വർഗത്തിലെ അപ്പൻ. നിൻ്റെ അങ്കിൾ പോലെയോ നിൻ്റെ ആൻറ്റി പോലെയോ നീ കണ്ട ടീച്ചർ പോലെയോ നിൻ്റെ ബന്ധുക്കൾ പോലെയോ അല്ല. നീ കണ്ട ദൈവദാസന്മാരെ പോലെയല്ല. ദൈവത്തിൻ്റെ ഹൃദയം ആകാശത്തെക്കാൾ വിശാലമാണ്. ദൈവത്തിൻ്റെ സ്നേഹം സമുദ്രത്തെക്കാൾ ആഴമുള്ളതാണ്. അവൻ പ്രതികാരത്തിൻ്റെ ദൈവമല്ല, അവൻ ഗെറില്ലാവാർ നടത്തുന്നവനല്ല. ആരോ നിന്നെ നോക്കി പറഞ്ഞു കാണും, സ്തോത്രം, ദൈവം നിന്നെ തകർത്ത് കളയും, ദൈവം നിന്നെ പൊടിച്ചു കളയും, ദൈവം നിന്നെ കീറിക്കളയും. നോ, എൻ്റെ ദൈവം സ്തോത്രം ഒസാമ ബിൻ ലാദൻ്റെ അതെ കൊച്ചപ്പനല്ല. ദൈവം സ്നേഹം തന്നെ, അവൻ ക്ഷമിക്കുന്നവനാണ്. എപ്പോഴാണ് ദൈവം ക്ഷമിക്കുന്നത്? നിന്റെ പാപത്തിൽ നിന്റെ കുറവുകളെ നീ വെള്ളപൂശുമ്പോഴല്ല, പകരം സ്തോത്രം അതെ നിന്റെ പാപത്തെ നീ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ.
ഒരിക്കൽ കൂടെ, നിന്റെ പാപം സാരമില്ല, എൻ്റെ ക്ലാസ്സിലുള്ള എല്ലാവരും ചെയ്യുന്നു, എൻ്റെ കോളേജിലുള്ള എല്ലാവരും ചെയ്യുന്നു, നാട്ടിലുള്ള എല്ലാവർക്കും ഉള്ള ബലഹീനതയാണ് എനിക്കുള്ളത് എന്ന് പറഞ്ഞ് വെള്ള പൂശുമ്പോഴല്ല ദൈവം ക്ഷമിക്കുന്നത്. അടുത്ത ലെവലിലേക്ക് ദൈവം നിന്നെ കൊണ്ടുപോകുന്നത്, മറ്റൊരു അനുഗ്രഹം ദൈവം നിനക്ക് തരുന്നത് നിന്റെ പാപത്തെ അടുത്ത ക്രിസ്മസിനല്ല, ഇന്ന് പകൽ ഹല്ലേലൂയ നീ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ നിന്റെ പാപത്തെ ക്ഷമിച്ച് സ്തോത്രം, അതേ മോചനം നൽകി മറ്റൊരു ലെവലിൽ നിന്നെ മാനിക്കുന്നവനാണ് കർത്താവ്. രണ്ട് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറ. നാട്ടുകാരുടെ ഓണം തീർന്നു കാണാം, നിന്റെ ഉത്സവം ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. 32-ാം സങ്കീർത്തനം ഇവാൻസ് ബ്രദർ ഗംഭീരമായി ഇന്ന് വായിച്ചു. 32-ാം സങ്കീർത്തനം ഒരു ക്ഷമയുടെ സങ്കീർത്തനമാണ്. 32-ാം സങ്കീർത്തനം ക്ഷമയുടെ സങ്കീർത്തനം. 32-ാം സങ്കീർത്തനം 1-ാം വാക്യം എല്ലാവരും കാണാതെ പറഞ്ഞോട്ടെ. വേണ്ട കിടക്കുന്നു, ചങ്കിക്കുത്തെന്ന വർത്താനം പറയാതെ എന്നാണ് ആരാണ്ട് എന്നെ നോക്കി പറയുന്നത്. 32-ാം സങ്കീർത്തനം 1-ാം വാക്യം എല്ലാവരും കാണാതെ പറഞ്ഞേ. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയാൻ ഭാഗ്യവാൻ. അടുത്ത സെന്റൻസ് യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അടുത്തിരിക്കുന്നവരെ തൊട്ട് ചോദിക്ക്, നിങ്ങൾക്ക് ഭാഗ്യമുണ്ടോ? ചോദിക്ക്, നിങ്ങൾക്ക് ഭാഗ്യമുണ്ടോ? റോഡിൽ കയറി നിന്നപ്പോൾ ആദ്യത്തെ ബസ് തന്നെ കിട്ടിയതല്ല ഭാഗ്യം. ലോട്ടറി ടിക്കറ്റിൽ ഫസ്റ്റ് പ്രൈസ് അടിച്ചതല്ല ഭാഗ്യം. ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത് നിന്റെ ലംഘനം ക്ഷമിച്ച് ദൈവം പാപം മറച്ചതാണ് ഭാഗ്യം. അവിടെ പാപത്തെക്കുറിച്ച് 4 പദങ്ങളാണ് സ്തോത്രം അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്പർ 1 ട്രാൻസ്ഗ്രഷൻ, ലംഘനങ്ങൾ. എന്താ ലംഘനം എന്ന് പറയുന്നത്? ട്രാൻസ്ഗ്രഷൻ എന്ന് പറയുന്നത് ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുന്നതിൻ്റെ പേരാണ് ലംഘനം. Trespassers will be prosecuted. ലംഘിച്ച് കടക്കരുത്, സ്തോത്രം ഇങ്ങോട്ട് പ്രവേശിക്കരുത്, ലംഘിക്കരുത്. ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. പക്ഷേ ഹവ്വ സ്തോത്രം ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു. ചെയ്യാൻ പാടില്ലാത്തത് നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് തിന്നരുത്, ഇത് പറിക്കരുത്, ഇത് തിന്നരുത് എന്ന് ദൈവം പറഞ്ഞത് അവൾ തിന്നു. അതിൻ്റെ പേരാണ് ലംഘനം. ഇന്ന് പകൽക്കാലം ചെയ്യാൻ പാടില്ലാത്ത എൻ്റെ മുഖത്തേക്ക് ചെയ്യാൻ പാടില്ലാത്ത നീ ചെയ്തെങ്കിൽ അതിൽ വെള്ള പൂച്ചരുത്, പകരം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. നമ്പർ 2 സ്തോത്രം ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും. രണ്ടാമത് കൊടുത്തിരിക്കുന്ന പദമാണ് പാപം. ശബ്ദം ഉയർത്തി എല്ലാവരും പറഞ്ഞാട്ടെ പാപം. എന്താ പാപം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വ്യാഖ്യാനം ഇതാണ്, ശ്രദ്ധിക്കണമേ. ഒരു അസ്ത്രത്തെ എയ്യുന്നവൻ, ഒരു ആർച്ചർ ഒരസ്ത്രത്തെ എയ്യുന്നവൻ, അവൻ എയ്തു വിട്ടതായ അസ്ത്രം ലക്ഷ്യം കാണാതെ മാറിപ്പോകുന്നുവെങ്കിൽ അതിൻ്റെ പേരാണ് പാപം. ഞാൻ ഒരിക്കൽ കൂടെ പറയാം, ലക്ഷ്യം കാണാതെ മാറിപ്പോകുന്നെങ്കിൽ അതിൻ്റെ പേരാണ് പാപം. അർത്ഥം നിന്നെക്കുറിച്ച്, എന്നെക്കുറിച്ച്, നമ്മെക്കുറിച്ച് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്, ദൈവത്തിൻ്റെ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിൽ എത്താതെ ഇടത്തേക്കോ വലത്തേക്കോ എങ്ങോട്ടെങ്കിലും മാറിപ്പോയെങ്കിൽ അതിൻ്റെ പേരാണ് പാപം. ഇന്ന് പകൽക്കാലം ദൈവിക ലക്ഷ്യത്തിൽ നിന്ന് മാറിക്കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ കഥന ഹൃദയത്തോടെ നിലവിളിച്ചു പറഞ്ഞാട്ടെ, കർത്താവെ തെറ്റിപ്പോയി, എന്നെ ലക്ഷ്യത്തിലേക്ക് അവിടെ നിന്ന് എത്തിക്കണമേ. 1 ട്രാൻസ്ഗ്രഷൻ, ലംഘനം. 2 പാപം. 3 സ്തോത്രം തിരുവചനം പറയുന്നു ഇനിക്വിറ്റി. എൻ്റെ 2-ാം വാക്യം നോക്കുമ്പോൾ, എൻ്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെ. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, 3-ാമത്തെ പദമാണ് അകൃത്യം. കേട്ടില്ല, ഒരിക്കൽ കൂടെ അകൃത്യം. ഈ 4 പേരുകളിൽ ഏറ്റവും മോശമായ പേരാണ് അകൃത്യം. അതാണ് സ്തോത്രം വീണുപോയ ആദാമിൻ്റെ നേച്ചർ, വീണുപോയതായ ആദാമിൻ്റെ റെബലിയസ് നേച്ചർ. അതാണ് അകൃത്യം. ലോകത്തിൽ മനുഷ്യൻ അനുഭവിക്കുന്നതായ സകല പ്രശ്നങ്ങളുടെയും സ്തോത്രം ഇരിപ്പിടമെന്ന് പറയുന്നത് നമ്മൾ പാപം എന്ന് പറഞ്ഞു വിടും. പക്ഷേ അതിൻ്റെ ആക്ച്വൽ റൂട്ട് വേർഡ് എന്ന് പറയുന്നത് ഇനിക്വിറ്റിയാണ്. സ്തോത്രം അകൃത്യമാണ്. സ്തോത്രം അകൃത്യം പാടിയ അത് 1-ാമത്തെ ആദാമിൻ്റെ നേച്ചർ. എന്നാൽ 1-ാമത്തെ ആദാമിൻ്റെ സ്വഭാവമല്ല, പകരം ഒടുക്കത്തെ ആദാമായ യേശുവിൻ്റെ സ്വഭാവത്തിൽ മുന്നേറാൻ ദൈവം കൃപ ചെയ്യട്ടെ. നമ്പർ 4 4-ാമത് പറയുന്ന ആത്മാവിൽ കപടം. എല്ലാവരും പറഞ്ഞാട്ടെ കപടം. മറ്റുള്ളവരെയും വഞ്ചിച്ച്, സ്വന്തമായി വഞ്ചിച്ച്, മറ്റുള്ളവരെയും വഞ്ചിച്ച്, സ്വയം വഞ്ചിച്ച്, ഞാനും പ്രാർത്ഥിക്കുന്നു, ഞാൻ മാത്രം ആത്മീയൻ എന്ന് പറഞ്ഞ് ആത്മീയ നിഗളത്തിലും ആത്മീയ വേഷം കെട്ടലും നടക്കുന്ന കാപട്യം. ഈ 4 പദങ്ങളാണ് പാപമായി തിരുവചനം പറയുന്നത്. 1 സ്തോത്രം ലംഘനം, 2 പാപം, 3 അകൃത്യം, 4 കപടം. കേട്ടവർ ആമേൻ പറഞ്ഞേ. സ്തോത്രം. ഈ 4 കാര്യങ്ങളിലൂടെ ദാവീദ് കടന്നുപോകുകയുണ്ടായി. വളരെ ശ്രദ്ധിക്ക്. സ്തോത്രം. ഈ 4 കാര്യങ്ങളിലൂടെ ദാവീദ് കടന്നുപോയി. ചെയ്യാൻ പാടില്ലാത്ത ലംഘനം അവൻ ചെയ്തു. അവൻ പാപം ലക്ഷ്യത്തിൽ നിന്ന് അവൻ മാറിപ്പോയി.
അവൻ അകൃത്യത്തിൽ സ്തോത്രം അകപ്പെട്ടു. അവൻ കാപട്യം മറ്റുള്ള മുമ്പിൽ അഭിനയിച്ചു. എപ്പോഴാണ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളതായ ഈ മനുഷ്യൻ ഈ 4 കാര്യങ്ങൾ അകപ്പെട്ടത്? നിങ്ങൾ വേദപുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാം ദാവീദിൻ്റെ ചരിത്രം. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിരുന്നു ദാവീദ്. അവൻ നല്ലൊരു ഇടയനായിരുന്നു. അവൻ നല്ല പ്രൈസർ, നന്നായി ദൈവത്തെ സ്തുതിക്കുന്നവനാണ്. അവൻ നന്നായി ദൈവത്തെ ആരാധിക്കുന്നവനാണ്. അവൻ ഗാനങ്ങൾ അഥവാ സങ്കീർത്തനങ്ങൾ അവൻ എഴുതുന്നവനാണ്. അവൻ വലിയൊരു യോദ്ധാവാണ്. അവൻ വലിയൊരു ലീഡറാണ്. അവൻ വലിയൊരു സൈന്യാധിപനാണ്. ഇസ്രായേലിന്റെ മധുര ഗായകനാണ്. അവൻ നല്ലൊരു സംഘാടകനാണ്. അവൻ നല്ലൊരു സ്തോത്രം അതേ രാജാവാണ്. ആൻഡ് സോ ഓൺ. 11 ടൈറ്റിലെങ്കിലും ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, കൂടുതൽ നിങ്ങൾക്ക് ലഭിക്കും. വേദപുസ്തകത്തിന്റെ സ്റ്റാറുകളിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ദാവീദ്. പക്ഷേ ഒരു ദിവസം ബേർശേബ വിഷയത്തിൽ അവൻ തകർക്കപ്പെടുകയുണ്ടായി. നിങ്ങൾക്കറിയാം സൺഡേ സ്കൂൾ സ്റ്റോറി. അന്യൻ്റെ ഭാര്യയെ കണ്ട് മോഹിച്ച് സ്തോത്രം അവളുടെ ഭർത്താവിനെ, അതായത് ഊരിയാവിനെ, ഒരു സ്തോത്രം ആരും അറിയാതെ, വേറെ ആരും അറിയണ്ട എന്ന ക്രമത്തിൽ അവളെ കൊന്ന് അതെ അവനെ കൊന്ന് ഊരിയാവിനെ കൊന്ന് സ്തോത്രം അതേ ദാവീദ് ബേർശേബയെ തട്ടിയെടുത്തു. നിങ്ങൾക്കറിയാമോ സ്തോത്രം? പിന്നത്തേതിൽ നാഥാൻ പ്രവാചകൻ കടന്നു വന്ന് അവനോട് ഒരു കഥ പറഞ്ഞിട്ട് പറഞ്ഞു, യു ആർ ദാറ്റ് മാൻ. ആ മനുഷ്യൻ നീ തന്നെ. ഓ കമോൺ, നിങ്ങൾ മിണ്ടുന്നില്ല. സ്തോത്രം. എൻ്റെ പ്രാർത്ഥന ഇതാണ്, ഈ തലമുറയിൽ അങ്ങനെയുള്ള ചില നാഥാൻ പ്രവാചകന്മാർ ദൈവകൃപയാൽ എഴുന്നേൽക്കട്ടെ. രാജാവാകട്ടെ, ഡീക്കനാകട്ടെ, മന്ത്രിയാകട്ടെ, പാസ്റ്ററാകട്ടെ, ആരുടെ മുമ്പിലും പാപത്തെ പാപമെന്ന് പറഞ്ഞ വളരെ കൃത്യമായി പറയുവാൻ കഴിവുള്ളതായ, കൃത്യമായി പറയുന്ന ദൈവദാസന്മാർ, ദൈവ ശബ്ദം ചുമക്കുന്നവർ എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. എപ്പോഴാണ് സ്തോത്രം ദാവീദിനെ നോക്കി നാഥാൻ പ്രവാചകൻ ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറഞ്ഞത്? ശ്രദ്ധിക്കുക, കണ്ണു തുറന്നുകൾക്ക്. ബെർശേബ വിഷയത്തിൽ അവൻ പാപം ചെയ്ത് പിറ്റേ ആഴ്ചയല്ല അത് നടന്നത്, നീണ്ട 12 മാസത്തിന് ശേഷമാണ് നടന്നത്. ഓൾമോസ്റ്റ് 1 വർഷം ദൈവവുമായി കണക്ഷൻ ഇല്ലാതെ ദാവീദ് ജീവിച്ചു. സ്തോത്രം. അതുകൊണ്ടാണ് താൻ പറഞ്ഞത്, ഞാൻ ഞരക്കത്തിലായിരുന്നു, ഞാൻ മൗനതയിലായിരുന്നു, എൻ്റെ അസ്ഥി ദ്രവിച്ചു പോയി, എക്സെട്ര. കാരണം 1 വർഷം സ്തോത്രം ദൈവമായ കണക്ഷൻ തനിക്കില്ല. കാരണം താൻ ജീവിച്ചത് പാപത്തിലാണ്. അങ്ങനെയുള്ള ആരെങ്കിലും ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നു, പാപത്തിൽ കഴിയുന്നവർ. പണ്ട് ആ സ്വഭാവം ഉണ്ടായിരുന്നു. സ്തോത്രം. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ആ സ്വഭാവമുണ്ട്. ഇനി നാളെ എങ്ങോട്ട് പോയാലും സ്തോത്രം ആ സ്വഭാവം ഉണ്ടെങ്കിൽ അതാണ് നിൻ്റെ ഹാബിറ്റ്, അതാണ് നിൻ്റെ ഹാബിച്വൽ നേച്ചർ. ദാവീദ് സ്തോത്രം ആ പാപത്തിൽ തുടരുകയായിരുന്നു. 12 മാസം അവനത് തുടരുമ്പോൾ ലംഘനത്തിൽ തുടരുന്നു. അവൻ പാപത്തിൽ ആയിരിക്കുന്നു. സ്തോത്രം. ഇനിക്കുറ്റി അകൃത്യത്തിൽ താൻ ജീവിക്കുന്നു, കാപട്യത്തിലായിരിക്കുന്നു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാപട്യം. താൻ രാജാവാണ്, പാട്ട് പാടുന്നുണ്ട്, പള്ളിയിൽ അതേ ആലയത്തിൽ പോകുന്നുണ്ട്, സങ്കീർത്തനം പാടുന്നുണ്ട്, നല്ല പാട്ട്, കൈയടിക്കുന്നു, താളം തെറ്റുന്നില്ല, ആരാധിക്കുന്നുണ്ട്, ഹോസന്ന പറയുമ്പോൾ യെസ് ഞാനും ഹല്ലേലൂയ ഹോസന്ന പാടി. ഷാരൻ നല്ല വർഷിപ്പായിരുന്നു, താങ്ക് യു മോനെ, താങ്ക് യു സോ മച്ച്. കാപട്യം. പക്ഷേ കാപട്യം കളിക്കുമ്പോൾ കാപട്യം മനുഷ്യനെ പറ്റിക്കാം. അഗ്നി ജ്വാലയ്ക്കൊത്ത കണ്ണോട് കൂടി ഇവനായ ദൈവത്തെ പറ്റിപ്പാൻ ഒരിക്കലും കഴിയാത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്താ ചെയ്യേണ്ടത്? വല്ലതും ഉണ്ടെങ്കിൽ ഞങ്ങൾ ക്ഷമിച്ചേക്കണേ കർത്താവേ. അറിഞ്ഞും അറിയാതെയുമായിട്ടുള്ളതെല്ലാം ക്ഷമിച്ചേക്കണേ. അറിഞ്ഞും അറിയാതെയായിട്ടുള്ള എല്ലാം ക്ഷമിക്കണമേ. അടുത്തിരിക്കുന്നവർ തൊട്ട് പറ, കാടടച്ച് വെടിവെക്കല്ലോ പറഞ്ഞേ. വെടിവെച്ചിട്ടിട്ടുണ്ട്, വന്ന് കൊണ്ടോളും. നോ, ബി സ്പെസിഫിക്. ഹല്ലേലൂയ. ബി സ്പെസിഫിക്. കാരണം വേദപുസ്തകം പറയുന്നു, വാക്യം 28:13, തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ക്രൈസ്റ്റ് സെന്റർ. തിയറിക്ക് 100%. ഇന്ന് പ്രാക്ടിക്കൽ ആരംഭിക്കട്ടെ. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. ഏതിലാണോ നീ വീണത്, ഏതിലാണോ നീ പരാജയപ്പെട്ടത്, ഏതിലാണോ നീ ഇടറിയത്, കർത്താവിൻ്റെ മുൻപിൽ മുട്ടുമടക്കി പറയണം, തെറ്റിപ്പോയി, ആ വിഷയത്തിൽ ഞാൻ തെറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണമേ. ദൈവത്തിന് മുൻപിൽ തോറ്റാൽ ലോകത്തിന് മുൻപിൽ തോൽക്കാൻ ദൈവം സമ്മതിക്കുകയില്ല. ദൈവത്തിൻ്റെ മുൻപിൽ തോറ്റാൽ, മനുഷ്യൻ്റെ മുൻപിൽ തോൽക്കാൻ ദൈവം ഒരിക്കലും സമ്മതിക്കുകയില്ല. ദാവീദിന്റെ മുൻപിൽ സ്തോത്രം നാഥാൻ പ്രവാചകൻ വന്ന് പറഞ്ഞപ്പോൾ സ്തോത്രം, ആരവിടെ? അവൻ്റെ തലവെട്ട് എന്നല്ല പറഞ്ഞത്, അവൻ രാജാവാണ്. വേണമെങ്കിൽ വന്ന് പറഞ്ഞ പ്രവാചകൻ്റെ തലവെട്ടാം. പക്ഷേ രാജസിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് കൊട്ടാരത്തിലേക്ക് പോയി മുട്ടുമടക്കി അവൻ ദൈവത്തിൻ്റെ മുൻപിൽ പറഞ്ഞു, ക്ഷമിക്കണമേ. ഇന്ന് പകൽക്കാലം ആ ഒരു സ്പിരിറ്റ്, ആ ഒരു അന്തരീക്ഷം, ആ ഒരു മാനസിക അവസ്ഥ ഈ ഹാളിൽ എല്ലായിടത്തും വ്യാപരിക്കട്ടെ, എല്ലാവരിലും വ്യാപരിക്കട്ടെ.
സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റതുപോലെ നിൻ്റെ ആത്മീയ കാപട്യത്തിൽ നിന്ന് എഴുന്നേറ്റ് കർത്താവെ എന്നോട് ക്ഷമിക്കണമേ, ഞാൻ തെറ്റിപ്പോയി, എൻ്റെ വാക്കിൽ, എൻ്റെ പ്രവൃത്തിയിൽ, എൻ്റെ ചിന്തയിൽ, എൻ്റെ രഹസ്യത്തിൽ ഞാൻ തെറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണമേ എന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റു പറയുമ്പോൾ കർത്താവിൻ്റെ കൃപയാൽ അവൻ നിന്നോട് ക്ഷമിക്കുന്നവനാണ്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവം പ്രതികാരത്തിൻ്റെ ദൈവമല്ല, ദൈവം നിന്നോട് ക്ഷമിക്കുന്നവനാണ്. മാത്രമല്ല ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അവൻ പിന്നെ നീ പറഞ്ഞത് വേറെ ആരോടും പറയത്തില്ല. ഒരിക്കലും പറയാം, മനസ്സിലായില്ല? നീ ദൈവത്തോട് പറഞ്ഞത് ദൈവം ആരോടും പറയത്തില്ല. ഹല്ലേലൂയ. ചില പ്രാർത്ഥനക്കാർ, ചില വെളിപ്പാട് അമ്മാമ്മമാർ വന്നിട്ട് പറയും, ദൈവം എനിക്ക് അവരെക്കുറിച്ച് കാണിച്ചു തരാം. കള്ളമാണ്. ദൈവം നുണ പറയത്തില്ല. ദൈവം നുണ പറയത്തില്ല. എൻ്റെ കണ്ണിൽ നോക്ക്, എൻ്റെ കണ്ണിൽ നോക്ക്. അടുത്ത ആഴ്ച വരണം. സ്തോത്രം. എൻ്റെ കണ്ണിൽ നോക്ക്. സ്തോത്രം. ഇന്ന അയാളെക്കുറിച്ച് ദൈവം എനിക്ക് കഴിഞ്ഞ ആഴ്ച. നോ. എൻ്റെ കർത്താവ്, നീ ദൈവത്തോട് പറയുന്നത് ദൈവം വേറെ ആരോടും പറയുന്ന നുണയനല്ല. കാരണം ദൈവം തിരുവനന്തപുരംകാരനല്ല. ദൈവം ദൈവമാണ്. നീ ദൈവത്തിൻ്റെ മുൻപിൽ ആ പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ, ഒരിക്കൽ കൂടെ, ദൈവത്തിൻ്റെ മുൻപിൽ നീ ആ പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ, നമ്പർ 1, ആ അകൃത്യത്തെ, ആ പാപത്തെ, ആ ലംഘനത്തെ ദൈവം നിന്നിൽ നിന്ന് അകറ്റിക്കളയുന്നു. ആ പാപത്തെ, ആ ലംഘനത്തെ ദൈവം നിന്നിൽ നിന്ന് അകറ്റിക്കളയുന്നു. എത്ര അടി, എത്ര മീറ്റർ, എത്ര കിലോമീറ്റർ ദൈവം നിന്നിൽ നിന്ന് അകറ്റുന്നു? അടിയല്ല, മീറ്ററല്ല, കിലോമീറ്റർ അല്ല. 103 സംഗീതത്തിൻ്റെ 12 വാക്യം പറയുന്നു, ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ നിന്റെ പാപത്തെ, നീ ഏറ്റുപറയുന്ന പാപത്തെ ഒരിക്കലും നിന്നെ അത് വീണ്ടും വന്ന് പിന്തുടർന്ന് പിടിപ്പാതിരിക്കാൻ, നാളെയല്ല ഇന്ന് പകൽക്കാലം നിന്നിൽ നിന്ന് കർത്താവ് ആ പാപത്തെ അകറ്റുവാൻ ആഗ്രഹിക്കുന്നു. നമ്പർ 2, രണ്ടാമത് കർത്താവ് ചെയ്യുന്നത് മീഖ 7:19 പറയുന്നു. സ്തോത്രം. മീഖ 7:19, he is burying those sins at the bottom of the sea. അവൻ സ്തോത്രം അതേ സമുദ്രത്തിൻ്റെ ആഴത്തിൽ അതിനെ ഇട്ടുകളയും. അതേ സ്തോത്രം, സമുദ്രത്തിൻ്റെ ആഴത്തിൽ. ഒരു ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, സമുദ്രത്തിൻ്റെ ആഴത്തിൽ അവനത് ബറി ചെയ്യും. സമുദ്രത്തിൻ്റെ ആഴത്തിൽ അവനെ സ്തോത്രം ഇട്ടുകളയും. അതിനർത്ഥം പിന്നെ ഒരു കാലത്തും അതിനെ അത് കയറി വരുവാൻ തൊക്കണം കഴിയത്തില്ല. നമ്പർ 3, നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ പാപത്തെ ഏറ്റുപറയുമ്പോൾ മൂന്നാമത് ദൈവം ചെയ്യുന്നത്, ആ പാപത്തെ ദൈവം മറക്കുന്നു. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. ആ പാപത്തെ ദൈവം മറക്കുന്നു. ഏറ്റുപറഞ്ഞ പാപത്തെ ദൈവം ഒരിക്കലും ഓർക്കത്തില്ല. നോക്കിയേ, ഏറ്റു പറഞ്ഞ പാപത്തെ ദൈവം ഓർക്കുന്നില്ല. ദൈവത്തിന് അൽഷിമസ് ഉള്ളത് കൊണ്ട് അല്ല, അതാണ് എൻ്റെ അപ്പച്ചൻ്റെ ഗുഡ്നസ്. ഹല്ലേലൂയ. ദൈവത്തിന് മറവി രോഗമില്ല. അവൻ നക്ഷത്രങ്ങളെ പേര് ചൊല്ലി വിളിക്കുന്നവനാണ്. മറവിയില്ലാത്തവനായ കർത്താവാണ്. പക്ഷേ എനിക്കൊരബദ്ധം പറ്റിപ്പോയി, എനിക്ക് ഇന്ന ഒരു ഏരിയയിൽ ഞാൻ തകർന്നു പോയി, അല്ലെങ്കിൽ ഞാൻ പരാജയപ്പെട്ടു പോയി, എനിക്കത് വേണ്ടെന്ന് ദൈവത്തിൻ്റെ മുൻപിൽ നീ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ, സ്തോത്രം, നിന്നിൽ നിന്ന് അവൻ ആ പാപത്തെ മാറ്റുന്നു. 2, ആഴക്കടലിൽ ആ പാപത്തെ ദൈവം ഇടുന്നു. നമ്പർ 3, സ്തോത്രം, അതേ ദൈവം പിന്നെ ഇനി ആ പാപത്തെ ഓർക്കുന്നേയില്ല. കേൾക്കുന്നവർ 2 കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇന്ന് പകൽക്കാലം പ്രിയ സഹോദരി സഹോദരന്മാരെ, ഏറ്റവും കുറഞ്ഞത് ഇനിയും പലത് നിങ്ങൾക്ക് വചനത്തിൽ കണ്ടുപിടിപ്പാൻ കഴിയും. ഏറ്റവും കുറഞ്ഞത് ഈ 3 കാര്യം ദൈവകൃപയാൽ സംഭവിക്കട്ടെ. നിന്റെ പാപം, എൻ്റെ പാപത്തെ എന്നേക്കുമായി കർത്താവ് ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അകറ്റിക്കളയട്ടെ. സമുദ്രത്തിൻ്റെ ആഴത്തിൽ ദൈവം ഇട്ടുകളയട്ടെ. നമ്പർ 3, ദൈവം അതിനെ മായ്ക്കട്ടെ. പിന്നെ നാളെ ഒരു ദിവസത്തിൽ അക്യൂസറാകുന്ന സാത്താൻ, കുറ്റം പറയുന്നവനായ സാത്താൻ അതേ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്നു. 1932 അവൻ ഇതാണ് ചെയ്തത്, 1928 അവൻ ഇതാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ, യേശുവിൻ്റെ രക്തത്താൽ കർത്താവ് അത് കഴുകി ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ദൈവത്തിന് മുൻപിൽ അത് നിലനിൽക്കത്തില്ല. വിശ്വസിക്കുന്ന 2 കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ.
സ്തോത്രം റിഫോർമേഷൻ നാളുകളിൽ, നവോത്ഥാന ദിവസങ്ങളിൽ സ്തോത്രം മാർട്ടിൻ ലൂതർ ഒരു ദിവസം ദൈവത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥിപ്പാൻ വേണ്ടി ഇരുന്നപ്പോൾ സത്തം കടന്നു വന്നു. സത്തം വന്നിട്ട് പറഞ്ഞു, നീയാണോ പ്രാർത്ഥിക്കുന്നത്? നിൻ്റെ പ്രാർത്ഥനയെ ദൈവം കേൾക്കത്തില്ല. നിൻ്റെ നവോത്ഥാനം, നിൻ്റെ പരിപാടികൾ ഇതൊന്നും ദൈവം അംഗീകരിക്കുന്നില്ല. കാര്യം എന്താണെന്നറിയോ? നിനക്ക് ആ കുറ്റമുണ്ട്, നിനക്ക് ഈ കുറ്റമുണ്ട്, നിനക്ക് മറ്റേ പാപമുണ്ട്, നിനക്ക് ഇന്ന കുറവുണ്ടെന്ന് പറഞ്ഞ് വലിയൊരു ലിസ്റ്റ് മാർട്ടിൻ ലൂതറിൻ്റെ മുൻപിൽ സാത്താൻ അങ്ങ് കാണിച്ചു. മാർട്ടിൻ ലൂതർ വളരെ വിഷമിച്ചു. അയ്യോ, ഇതെല്ലാം ഞാൻ ചെയ്തതാണ്. സാത്താൻ പറയുന്നത് ഭാഗികമായി സത്യമാണ്. ഇതെല്ലാം ഞാൻ ചെയ്തതാണ്. എങ്ങനെയാണ് എനിക്കിതിൽ നിന്ന് വിമോചനം ഉണ്ടാകുന്നത്? പെട്ടെന്ന് അന്തരീക്ഷം മാറി, സ്വർഗം തുറക്കപ്പെട്ടു. ഒരു തുള്ളി രക്തം ആ ലിസ്റ്റിലേക്ക് വന്നു വീണു. ഒരു തുള്ളി രക്തം ആ ലിസ്റ്റിലേക്ക് വന്നു വീണപ്പോൾ ആ രക്തം, സ്തോത്രം, ആ ലിസ്റ്റിൽ എഴുതിയിരുന്ന മുഴുവൻ കാര്യങ്ങളെ കഴുകിക്കളഞ്ഞു. ഓ കമാൻ, ആ രക്തം, സ്തോത്രം, ആ ലിസ്റ്റിൽ എഴുതിയ മുഴുവൻ കാര്യങ്ങളെ കഴുകിക്കളഞ്ഞിട്ട് ഒരു പാപവും ചെയ്യാത്തവന് എന്ന പോലെ, ഒരു പാപവും ചെയ്യാത്തവനെന്നതുപോലെ മാർട്ടിൻ ലൂതറിനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ രക്തം നിർത്തി. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, എൻ്റെ പാപം കഴുകാൻ പറ, യേശുവിൻ രക്തം മാത്രം എന്നെ പൂർണ്ണൻ ആക്കാൻ. യേശുവിൻ രക്തം മാത്രം. കേട്ടില്ല? ഒരിക്കൽ കൂടെ, എൻ്റെ പാപം കഴുകാൻ യേശുവിൻ പറയുന്നത് നേരെ പറയണം. കമാണ്, ഒരിക്കൽ കൂടെ, എൻ്റെ പാപം കഴുകാൻ യേശുവിൻ രക്തം മാത്രം എന്നെ ശുദ്ധൻ ആക്കാൻ. യേശുവിൻ രക്തം മാത്രം. കേൾക്ക്, പത്രോസിൻ്റെ രക്തത്തിനോ, രക്തസാക്ഷിയാകുമ്പോൾ പൗലോസിൻ്റെ രക്തത്തിനോ നിന്റെ പാപത്തെ കഴുകാൻ കഴിയത്തില്ല. സഭാപിതാക്കന്മാരുടെ രക്തത്തിന് കഴുകാൻ കഴിയത്തില്ല. ആദാമ്യ പാപം ചുമക്കുന്ന മാനവജാതിയുടെ പാപം കഴുകുവാൻ യാഗപീഠത്തിലെ രക്തങ്ങൾക്ക് കഴിയത്തില്ല. ആട്ടുകൊട്ടന്മാരുടെയും കാളക്കിടാങ്ങളുടെ രക്തത്തിന് മനുഷ്യൻ്റെ പാപത്തെ കഴുകാൻ കഴിയത്തില്ല. But there is power in the blood of Jesus, which is flown through the wings of Emmanuel. Emmanuelന്റെ സിരകളിലൂടെ ഒഴുകിയ യേശുവിൻ്റെ രക്തത്തിന് നിന്റെ പാപത്തെ കഴുകുവാൻ ശക്തിയുണ്ട്. കൈയടിക്കുന്നെങ്കിൽ നേരെ കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 1-ാം അധ്യായം 7-ാം വാക്യം പറയുന്നത്. 1 യോഹന്നാൻ 1-ാം അധ്യായം 7-ാം വാക്യം, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഒരിക്കൽ കൂടെ, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. എപ്പോൾ? 9-ാം വാക്യം നോക്കി. 9-ാം വാക്യം, 1 യോഹന്നാൻ 1:9 വായിക്കുമ്പോൾ, സ്തോത്രം, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസനും നീതിമാനുമാകുന്നു. നിനക്കൊരപ്പനുണ്ട്. ഓ, നിനക്കൊരപ്പനുണ്ട്. ഹല്ലേലൂയ. അപ്പൻ്റെ മുൻപിൽ മുട്ടുമടക്കി, അപ്പൻ്റെ മുൻപിൽ മുട്ടുമടക്കി പറയണം, ക്ഷമിക്കണമേ, ക്ഷമിക്കണമേ, ക്ഷമിക്കണമേ എന്ന് പറയുമ്പോൾ അവൻ നിന്റെ പാപത്തെ ക്ഷമിക്കുന്നു, അവൻ നിന്നെ കഴുകുന്നു. ഇതുവരെ പാപം ചെയ്തിട്ടില്ല എന്ന ക്രമത്തിൽ, ഒരിക്കലും പാപം ചെയ്തിട്ടില്ല എന്ന വിധത്തിൽ, ഇതുവരെ പാപം ചെയ്തിട്ടില്ല എന്ന ക്രമത്തിൽ, ഒരിക്കലും പാപം ചെയ്തിട്ടില്ല എന്ന ക്രമത്തിൽ പിതാവായ ദൈവം യേശു കർത്താവിനെ എങ്ങനെയാണോ അക്സെപ്റ്റ് ചെയ്തത്, അതേപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യുവാൻ, സ്തോത്രം, പിതാവ് ആഗ്രഹിക്കുന്നു. കേട്ടവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. സ്തോത്രം. അതെ, യേശു കർത്താവ് അവൻ ക്ഷമിക്കുന്നവനാണ്. പിതാവ് ക്ഷമിക്കുന്നത് പോലെ യേശുവൻ ക്ഷമിക്കുന്നവനാണ്. എത്രയോ ഉദാഹരണങ്ങൾ 4 സുവിശേഷങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയും. സ്തോത്രം. 4 പേർ ചുമന്ന് ഒരു പക്ഷപാത രോഗിയെ കൊണ്ടുവരികയാണ്. മർക്കോസ് വിശേഷം 2-ാം അധ്യായം. ഒരിക്കൽ കൂടെ, മർക്കോസ് വിശേഷം 2-ാം അധ്യായത്തിൽ 4 പേർ ചുമന്ന് ഒരു പക്ഷപാത രോഗിയെ കൊണ്ടുവരികയാണ്. പരീശന്മാർ ചുറ്റും കൂടിയിരിക്കുന്നു. കുറ്റം കണ്ടുപിടിക്കുന്ന ഒരു കൂട്ടർ യേശുവിനോട് കൂടെ ഇടക്കിടയ്ക്ക് കൂടെ ഉണ്ടായിരുന്നു. സ്തോത്രം. കൈ ഉയർത്തണ്ട, കേട്ടിരുന്നാൽ മതി. സ്തോത്രം. അതെ, വചനം കേൾക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. പിന്നെ സൗഖ്യമാകാൻ അല്ലെങ്കിൽ അത്ഭുതം കാണാൻ വേണ്ടി വരുന്നവരുണ്ട്. വചനം കേൾക്കാൻ വരുന്നവരുണ്ട്, അത്ഭുതങ്ങളെ കാണാൻ വരുന്നവരുണ്ട്, അത്ഭുതം പ്രാപിക്കാൻ വരുന്നവരുണ്ട്, അപ്പം തിന്നാൻ വരുന്നവരുണ്ട്. പിന്നെ ആരുണ്ട്? കുറ്റം കണ്ടുപിടിക്കുക. സമ്മതിക്കറിയാം. സ്തോത്രം. കുറ്റം കണ്ടുപിടിക്കുന്നവർ കൂടെ വന്നിട്ടുണ്ട്. സ്തോത്രം. മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ അമ്മച്ചി എനിക്ക് പറഞ്ഞു തരണം ആരൊക്കെയാണ് കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി വന്നതെന്ന്. സ്തോത്രം. നോക്ക്, അപ്പോൾ 5 കൂട്ടരാണ് ഏറ്റവും കുറഞ്ഞത് യേശു കർത്താവിൻ്റെ അടുക്കൽ കടന്നു വന്നത്. അങ്ങനെ കുറ്റം കണ്ടുപിടിക്കുന്നവർ അവരുടെ ഫാരസി ലെൻസിലൂടെ, മതത്തിൻ്റെ ലെൻസിലൂടെ യേശുവിനെ കർത്താവിനെ നോക്കിയിരിക്കുമ്പോൾ ഇതാ തട്ടിൻ പുറത്ത് ഭയങ്കര ബഹളം.
മേൽക്കുരയിൽ വലിയ ബഹളം. എൻ്റെ മുൻപിലിരിക്കുന്ന ഈ ഭാവി പ്രാസംഗ്യന്മാർ ബഹളം ഉണ്ടാക്കുന്നത് പോലെ സ്തോത്രം, അതെ, ആ മേൽക്കൂരയിൽ ഭയങ്കര ബഹളം. കാരണം എന്താണ്? സ്തോത്രം, ഒരു പക്ഷപാത രോഗിയെ 4 പേർ ഇതാ കൊണ്ടുവന്ന് ഇറക്കുകയാണ്. അതല്ല എൻ്റെ വിഷയം. പക്ഷേ അവൻ്റെ യേശുവിൻ്റെ മുൻപിൽ അവനെ ഇറക്കി വെച്ചപ്പോൾ കർത്താവ് ഇപ്രകാരം പറഞ്ഞു, എൻ്റെ പാപങ്ങളെ ഞാൻ മോചിച്ചിരിക്കുന്നു. അതുവരെ അനങ്ങാൻ കഴിയാതെ സ്റ്റക്കായിരുന്നവനെ അനക്കുവാൻ വേണ്ടി യേശു പറഞ്ഞു, അനങ്ങുവാൻ വേണ്ടി യേശു പറഞ്ഞു, നിന്റെ പാപങ്ങളെ ഞാൻ മോചിച്ചിരിക്കുന്നു. പ്രാർത്ഥന സ്റ്റക്കായവർ ഇന്ന് പകൽ കേൾക്കട്ടെ. ആരാധന സ്റ്റക്കായവർ ഇന്ന് കേൾക്കട്ടെ. ആത്മീയ ജീവിതത്തിൽ പാരലൈസായി തളർന്നിരിക്കുന്നവർ ഇന്ന് പകൽ ചലിച്ചു തുടങ്ങട്ടെ. ശുശ്രൂഷയിൽ പാരലൈസായവർ ഇന്ന് പകൽക്കാലം ചലിച്ചു തുടങ്ങട്ടെ. കൈയടിക്കുന്നേ, നേരെ കൈയടിക്കണം. കാരണം സ്തോത്രം, കർത്താവ് ക്ഷമിക്കുമ്പോൾ നിന്റെ തളർച്ചകൾ മുഴുവൻ മാറുന്നു. അവൻ നിന്റെ തളർച്ചകളെ കണ്ടിട്ട് നിന്നെ തകർക്കുന്നവനല്ല, ചതഞ്ഞ ഓടി ഒടിക്കാത്തവനാണ്, പുകയുന്ന തിരിയെ കെടുത്താത്തവനാണ്. കേട്ട നല്ല മക്കളെല്ലാം ആമേൻ പറഞ്ഞാടെ. ക്ഷമിക്കുന്നവനാണ് കർത്താവ്. ദൈവം സ്തോത്രം നിന്നെ തകർക്കുന്നവനല്ല, ദൈവം നിന്നെ ഉടയ്ക്കുന്നവനല്ല. അകൃത്യങ്ങൾ ഓർമ്മ വെച്ചാൽ ഈ ചേർ മുഴുവൻ ഒഴിഞ്ഞു കിടക്കും. ഒരിക്കൽ കൂടെ, പാപങ്ങൾ ഓർമ്മ വെച്ചാൽ ചർച്ച് മുഴുവൻ, ലോകത്തിലുള്ള മുഴുവൻ സഭകൾ എംപ്റ്റി ആയിരിക്കും. എന്നാൽ സ്തോത്രം, നമ്മൾ നിൽക്കുന്നത് അതേ തിരുവനന്തപുരം മണ്ണിലല്ല, ദൈവത്തിൻ്റെ ഫോർഗീവ്നെസ്സിലാണ്. ഹല്ലേലൂയ. ഞാൻ നിൽക്കുന്നത് കർത്താവിൻ്റെ ക്ഷമയിലാണ്. അനുഭവിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാണ്. അല്ലാതെ 21 ഇരുന്നത് കൊണ്ടോ 7 ഇരുന്നത് കൊണ്ടോ വെള്ളവസ്ത്രം ഇട്ടത് കൊണ്ടോ ആഭരണം മാറ്റിയത് കൊണ്ടോ അല്ല, ദൈവം ക്ഷമിക്കുന്നവനായത് കൊണ്ടാണ്. ഒരു പട്ടണം മുഴുവൻ ഇളകി, പട്ടണത്തിൻ്റെ അടുത്തുള്ളതായി ഒരുപാട് ആൾക്കാർ ഇളകി. ഒരു ദിവസം യേശുവിൻ്റെ അടുക്കലേക്ക് അതിരാവിലെ സ്തോത്രം ഹനൂക്ക എന്ന ഉത്സവ ദിവസത്തിൽ യേശുവിൻ്റെ അടുക്കലേക്ക് ഒരു സ്ത്രീയെ കൊണ്ടുവരികയാണ്. ഹനൂക്ക ബൈബിളിൽ ഇല്ലാത്തതായ ഒരു ഉത്സവമാണത്. സ്തോത്രം, യഹൂദ പാരമ്പര്യത്തിൽ മലാക്കിക്കും മത്തായിക്കും മധ്യത്തിൽ റബിമാർ ഉണ്ടാക്കിയ ഒരു ഉത്സവമാണ് ഹനൂക്ക. എന്താ ഹനൂക്ക എന്ന് പറഞ്ഞാൽ, ബാബേൽ പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്നവർ യെരുശലേം ദേവാലയം സ്തോത്രം പുനഃസ്ഥാപിച്ചപ്പോൾ അകത്ത് പെട്ടകം അവർക്കില്ല. അന്നവർക്ക് ദേവാലയത്തിലുള്ള ഏറ്റവും ഉന്നതമായ ഫർണിച്ചറായിരുന്നു മിനോറ അഥവാ കതിരവിളക്ക്. ആ കതിരവിളക്ക് അവിടെ വച്ചതിൻ്റെ, കതിരവിളക്ക് പുനഃസ്ഥാപിച്ചതിൻ്റെ ഓർമ്മയായി അവർ ആഘോഷിക്കുന്നതായ ഉത്സവമാണ് ഹനൂക്ക. ആ ഹനൂക്ക ദിവസത്തിൽ യേശു കർത്താവ് എവിടെയുണ്ടായിരുന്നു? യെരുശലേമിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഹനൂക്ക ദിവസത്തിൽ സ്തോത്രം ഈ കതിരവിളക്കിൽ നിന്ന് ഇങ്ങനെ ജ്വലിക്കുന്നത് കാണാൻ ഒക്കെ ആയിരിക്കാം ശിഷ്യന്മാർക്ക് ആവേശമുണ്ട്, യേശു കർത്താവിന് ആഗ്രഹമുണ്ട്. അവരിത് ആ ദേവാലയത്തിലേക്ക് കടന്നു വന്നപ്പോൾ വെളിച്ചം കാണാൻ വേണ്ടി യേശു വരുമ്പോൾ ദേവാലയത്തിൽ ആ വെളിച്ചം, സ്തോത്രം, ആ കതിരവിളക്ക് ജ്വലിക്കുന്ന വെളിച്ചം കാണാൻ യേശു വരുമ്പോൾ ഇരുട്ടിൽ ചെയ്ത പാപവുമായി, ഇരുട്ടിൽ ചെയ്ത പാപത്തിൽ പിടിക്കപ്പെട്ട ഒരു പെണ്ണിനെയും കൊണ്ട് ഒരു കൂട്ടർ കടന്നു വന്ന മനസ്സിലാക്കുന്ന ആമേൻ പറഞ്ഞാട്ടെ. അതെ, വെളിച്ചത്തിലല്ല, ഇരുട്ടിൽ ചെയ്ത പാപം ചെയ്ത ഒരു പെണ്ണിനെ, സ്തോത്രം പെണ്ണിനെ, അതെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നിട്ട് അവർ ഇപ്രകാരം പറഞ്ഞു, ഞങ്ങളുടെ ന്യായപ്രമാണം പറയുന്നു ഇവളെ സ്തോത്രം കല്ലെറിഞ്ഞ് കൊല്ലണം. ഞങ്ങളെ ന്യായപ്രമാണം പറയുന്നു അവൾക്ക് ആ കുഴപ്പമുണ്ട്, അതുകൊണ്ട് കല്ലെറിഞ്ഞ് കൊല്ലണം. ഇന്ന് മതം പറയുന്നത് സ്തോത്രം, അതെ അവന് ആള് ശരിയല്ല, അവൾ ആര് ശരിയല്ല, അങ്ങനെ അവർക്ക് ആ കുഴപ്പമുണ്ട്, ഇവർക്ക് ഈ കുഴപ്പമുണ്ട്. മതം കൊല്ലും, ആത്മാവ് ജീവിപ്പിക്കും. ഹല്ലേലൂയ. ഞാൻ ഒളിമ്പിക് പ്രസിഡൻ്റ് ആയിരുന്നെങ്കിൽ കല്ലെറിയുന്ന ഒരു സ്പോർട്സ് കൂടെ ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തുമായിരുന്നു. ഗോൾഡ് മെഡൽ എല്ലാ വർഷവും കേരളത്തിൽ തന്നെ വരുമായിരുന്നു. മറ്റുള്ളവരെ കല്ലെറിയാൻ എന്തോ മിടുക്കെന്നറിയോ, മറ്റുള്ളവരെ തകർക്കാൻ എന്തോ മിടുക്കെന്നറിയോ, മറ്റുള്ളവരെ കല്ലെറിവാൻ, മറ്റുള്ളവരെ. ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, എത്ര എണ്ണത്തെ നീ പണിതിട്ടുണ്ട്? എന്തൊരു ശാന്തത. എത്ര എണ്ണത്തിൻ്റെ കണ്ണുനീർ നീ തുടച്ചിട്ടുണ്ട്? എത്ര എണ്ണത്തിന് ആശ്വസിപ്പിച്ചിട്ടുണ്ട്? എത്ര എണ്ണത്തിന് റിസ്റ്റോർ ചെയ്തിട്ടുണ്ട്? എത്ര ദൈവദാസന്മാരെ ദൈവകൃപകൾ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്? എൻ്റെ കർത്താവ് പൊളിക്കുന്നവനല്ല, കർത്താവ് പണിയുന്നവനാണ്. മറ്റുള്ളവരെ കല്ലെറിവാൻ ദൈവം നിന്നെ വിളിച്ചിട്ടില്ല.
ഹേ ബ്രദർ, എങ്ങനെ പറയാൻ കഴിയും മറ്റുള്ളവരെ കല്ലെറിവാൻ വിളിച്ചിട്ടില്ലെന്ന്? കാരണം ഉയർത്തിയ കല്ലിനും ആ പെണ്ണിനും മധ്യത്തിൽ എഴുന്നേറ്റുന്നെന്ന് എൻ്റെ കർത്താവ് പറഞ്ഞു. ഒരിക്കൽ കൂടെ ഉയർത്തിയ കല്ലിനും ആ പെണ്ണിനും മധ്യത്തിൽ ഇറങ്ങി നിന്നിട്ട് കർത്താവ് പറഞ്ഞു, നിന്നിൽ പാപമില്ലാത്തവർ അവളെ കല്ലെറിയട്ടെ. ഹേ തിരുവനന്തപുരക്കാരെ, പാപമില്ലാത്ത അമ്മാമ്മമാർ, പാപമില്ലാത്ത ചേച്ചിമാർ കല്ലെറിയട്ടെ. സ്തോത്രം. മറ്റുള്ളവനെ കല്ലെറിവാൻ ദൈവം വിളിച്ചിട്ടില്ല. തകർന്നു വന്ന ആരോ ഉണ്ട്, ഉടഞ്ഞു വന്ന ആരോ ഉണ്ട്. ആരോ പറയുന്നു, വേണ്ടപ്പാ, വേണ്ട വേണ്ട, മാനിക്കണേ, നിർത്തോ, മാനിക്കണേ. 2 കുട്ടി എനിക്ക് ഓർമ്മ വരുന്നു. ഒന്ന് ആട്ടിൻകുട്ടി, മറ്റൊന്ന് പന്നിക്കുട്ടി. ആട്ടിൻകുട്ടിയെ കണ്ടിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. മട്ടൻ ഓർമ്മ വരുന്നവരല്ല, ആട്ടിൻകുട്ടി ഓർമ്മ വരുന്നത്. ആട്ടിൻകുട്ടി. പന്നിക്കുട്ടിയെ കണ്ടിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തി. അടുത്തിരിക്കുന്നവർ നോക്കാതെ, കമോൺ, കമോൺ. പന്നിക്കുട്ടിയെ കണ്ടിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. യെസ്, ആട്ടിൻകുട്ടി. പന്നിക്കുട്ടി ചേറിൽ വീണാൽ അതിൻ്റെ ഭയങ്കര കൊണ്ടാട്ടമായിരിക്കും. ഞാൻ പറഞ്ഞ തമിഴായി പോയി. പന്നിക്കുട്ടി ചേറിൽ വീണാൽ അതിന് വലിയൊരു ആഹ്ലാദം, ആഘോഷമായിരിക്കും. അത് പന്നിക്കുട്ടി ചേറിൽ വീണാൽ ആ സാഹചര്യത്തെ, ആ ചുറ്റുപാടിനെ അത് നന്നായിട്ട് ആഘോഷിക്കും, നന്നായിട്ട് ഗംഭീരമായി ആഘോഷിക്കും. പക്ഷേ യെസ്, അത് തന്നെ എക്സാക്ട്ലി. സാക്ഷ്യം പറയാൻ പിന്നെ സമയം തരാം. എന്നാൽ ആട്ടിൻകുട്ടി ചേറിൽ വീണാൽ, ചേറ് പറ്റും. പക്ഷേ അടുത്ത സെക്കൻഡ് അത് വിളിക്കും. ഉറങ്ങിയിരുന്ന 2 പേര് ഇപ്പോഴാ കണ്ണുറന്നേ. വേണ്ടേ, ഇതിൽ തുടരാൻ താല്പര്യമില്ലേ? ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ലേ? പുറത്ത് കൊണ്ടുവരണേ. കമോൺ, ഇന്ന് പകൽക്കാലം ഈ ഹാളിനകത്ത് നിന്ന് ഹൃദയം തകർന്ന് നിലവിളിക്കണം. കാത്തോളണേ, പാപം കൊണ്ട് നിറയപ്പെട്ട ലോകത്തെ കാത്തോളണേ. എന്നിലും ഭക്തർ, എന്നിലും ശക്തർ വീണ് തകർന്നീ പോർക്കളത്തിൽ എന്നെക്കാൾ നിന്നെക്കാൾ പ്രാർത്ഥിച്ചവർ, എന്നെക്കാൾ നിന്നെക്കാൾ ബൈബിൾ അറിയാവുന്നവർ, എന്നെക്കാൾ നിന്നെക്കാൾ കുടുംബമുള്ളവർ, പാരമ്പര്യമുള്ളവർ തകർന്ന് കിടക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അങ്ങേ പിടിക്കുകയല്ല, നീ എന്നെ പിടിച്ചോളേ. Hold in my hand. ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടുണ്ട്, I cannot walk. ഞാൻ വിചാരിച്ചു, സ്തോത്രം, എനിക്ക് മാത്രം, ഞാൻ ഏതോ വലിയവനാണ്, നമ്പർ 1 എന്ന് ഞാൻ വിചാരിച്ചു. ഷോളേ, ഞാൻ നമ്പർ 1 എന്നാണ് വിചാരിച്ചു. പക്ഷേ കുറച്ച് നടന്നു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ നമ്പർ 1 അല്ല, ഞാൻ നമ്പർ 10 അല്ല, നമ്പർ 100 അല്ല. സ്തോത്രം. നീ എൻ്റെ കൈ പിടിച്ചില്ലെങ്കിൽ എനിക്ക് നടക്കാൻ പറ്റത്തില്ല. നീ എൻ്റെ കൈ പിടിച്ചില്ലെങ്കിൽ എനിക്ക് നടക്കാൻ പറ്റത്തില്ല. കമോൺ, നിന്റെ പെർഫോമൻസ് അല്ല, നിന്റെ തുള്ളിച്ചാട്ടമല്ല, നിന്റെ അന്യഭാഷയല്ല, ദൈവത്തിൻ്റെ കഴിവ്, ദൈവത്തിൻ്റെ കൃപ. ഇന്ന് പകൽക്കാലം നീ അവനെ പിടിക്കൽ, അവൻ നിന്നെ പിടിച്ചാലേ. നീ അവനെ പിടിക്കുകയല്ല, അവൻ നിന്നെ പിടിച്ചാലേ നിനക്ക് നിലനിൽക്കാൻ പറ്റത്തുള്ളൂ, നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഒരു 2 മിനിറ്റ് പ്രാർത്ഥിക്കുക മക്കളെ, 2 മിനിറ്റ് പ്രാർത്ഥിക്കുക. കമാൺ. ആരൊക്കെയോ പറയുന്നു, ഞാൻ അങ്ങേ പിടിക്കുകയല്ല, പകരം എന്താ ഞാൻ പറഞ്ഞേ, അങ്ങ് എന്നെ പിടിക്കണമേ. അങ്ങനെ പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കയ്യേളോ. ഓ സ്തോത്രം. ഞാൻ അങ്ങേ പിടിക്കുകയല്ല, അങ്ങ്. കമാൺ, പറ, പ്രാർത്ഥിക്കുക, നിലവിളിക്കുക. യെസ്, പിന്നിലുള്ളവർ കരയുന്ന ശബ്ദം മുന്നിൽ കേൾക്കട്ടെ.
എല്ലാ കുഞ്ഞുങ്ങളും കരങ്ങൾ ഉയർത്തി. കാത്തോളണേ, കാത്തോളണേ. കാറ്റത്തൊരു ചെറിയൊരു മെഴുകുതിരി കൊളുത്തി വെച്ചിരിക്കുന്ന പോലെ, ചെറിയൊരു മെഴുകുതിരി കാറ്റത്ത് നിൽക്കുന്ന പോലെ എൻ്റെ ലൈഫായിരിക്കുന്നു. കാത്തോളണേ. കമാൺ, ശബ്ദം ഉയർത്തി. വായു തുറന്ന് പ്രാർത്ഥിക്കുക. സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുക. കഠിന ഹൃദയങ്ങൾ മാറട്ടെ. കാത്തോളണേ. ആ മെഴുകുതിരി അണഞ്ഞു പോകാതെ എന്നെ കാത്തോളണേ. Carry along, holding my hand, mountain so high and the valley so wide. Carry along by holding my hand. കേട്ടവർ കരങ്ങളെ ചലിപ്പിച്ച ദൈവത്തെ, പ്രാർത്ഥിച്ചവർ കരങ്ങളെ ചലിപ്പിച്ച ദൈവത്തെ നന്ദി പറഞ്ഞു. ഓരോ ദിവസം പ്രിയ സഹോദരി സഹോദരന്മാരെ നോക്ക്, നിന്റെ ലൈഫിനെ ദൈവകരത്തിൽ പൂർണ്ണമായി സബ്മിറ്റ് ചെയ്യാതെ, അപ്പോൾ നീ എന്നെ പിടിച്ചോളണേ എന്ന് പറയാതെ നമുക്ക് ഈ ദുഷ്ടലോകത്തിൽ നിലനിർത്താൻ കഴിയത്തില്ല. നമുക്ക് പ്രസംഗിക്കാൻ കഴിയായിരിക്കാം, നമുക്ക് പരിചയങ്ങളുണ്ടായിരിക്കാം, നമുക്ക് പാരമ്പര്യം ഉണ്ടായിരിക്കാം. ഡസൻറ്റ് മാറ്റർ. സ്തോത്രം. ദൈവത്തിൻ്റെ കൃപയില്ലെങ്കിൽ ഒരു മണിക്കൂർ പോയിട്ട് ഒരു സെക്കൻഡ് പോലും നിനക്ക് നിലനിൽപ്പാൻ തക്കോണം കഴിയത്തില്ല. കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറ. സ്തോത്രം. അതുകൊണ്ട് ക്ഷമ എന്നത് അതൊരു അടിസ്ഥാന ഉപദേശമാണ്. എവിടെയാണ് കർത്താവ് ക്ഷമിച്ചത്? കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 13-14 വാക്യത്തിൽ വേദപുസ്തകം പറയുന്നു. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 13 സ്തോത്രം 14 വാക്യങ്ങളിൽ, അതിക്രമങ്ങൾ നിങ്ങളുടെ ജഡത്തിൻ്റെ അഗ്രചമൃത്തം മരിച്ചവരായ നിങ്ങളെയും അവൻ അവനോടുകൂടെ ജീവിപ്പിച്ച 14 വാക്യം, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കയ്യെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച്. ആദ്യത്തെ ലൈനിൽ എഴുതിയിരിക്കുന്നു, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച. പറഞ്ഞാട്ടെ, നമ്മോട് ക്ഷമിച്ച. നമ്മോട് ക്ഷമിച്ച. ഒരിക്കൽ കൂടെ പറഞ്ഞ എന്താണ്? നമ്മോട് ക്ഷമിച്ച. ലാസ്റ്റ് വാക്യം വായിച്ചാട്ടെ, അവസാനത്തെ ലൈൻ വായിച്ചാട്ടെ, ക്രൂശിൽ തറച്ച്. സോ ക്രൂശ് അതൊരു ക്ഷമയുടെ സ്ഥലമാണ്. മനസ്സിലായ? ആമേൻ പറഞ്ഞാട്ടെ. ക്രൂശ് അതൊരു ക്ഷമയുടെ സ്ഥലമാണ്. ക്രൂശ് കണ്ടിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. ഒരിക്കൽ കൂടെ, ക്രൂശ് കണ്ടിട്ടുള്ള, കമാൺ, ക്രൂശ് ആയവരല്ല, ക്രൂശ് കണ്ടിട്ടുള്ള കരങ്ങൾ ഉയർത്തിയാട്ടെ. ക്രൂശിൽ 2 സ്റ്റംപാണുള്ളത്, ഒന്ന് വെർട്ടിക്കൽ, മറ്റൊന്ന് ഹൊറിസോണ്ടൽ. ഒന്നാമത് സ്തോത്രം, ദൈവം നമ്മോട് ക്ഷമിച്ചു, അതാണ് വെർട്ടിക്കൽ. ഒന്ന്, ദൈവം നമ്മോട് ക്ഷമിച്ചു. നല്ല കാര്യം. നിങ്ങളുടെയും എൻ്റെയും എണ്ണമറ്റ പാപങ്ങളെ ദൈവം ക്ഷമിച്ചു. അതുകൊണ്ടാണ് നാം ജീവനോടെ ആയിരിക്കുന്നത്. കേട്ടിട്ടില്ലേ യേശു അപ്പച്ചൻ പറഞ്ഞത്? സ്തോത്രം, 1 വർഷം കൂടെ നിൽക്കട്ടെ, ഫലം തന്നില്ലെങ്കിൽ വെട്ടിക്കളയാം. 2025 ഇത്രത്തോളം ദൈവത്തിന് കൃപയാൽ ഐസിയിൽ കിടന്ന് പതറാതെ ആരോഗ്യത്തോടെ നിൽക്കുന്നത് ദൈവം നിന്നോട് ക്ഷമിച്ചത് കൊണ്ടാണ്. ജീവനോടാണ് ദേശത്ത് നീ നിൽക്കുന്നത് ദൈവം നിന്നോട് ക്ഷമിച്ചത് കൊണ്ടാണ്. നിന്റെ ഭവനത്തിൽ കരിങ്കൊടി പൊങ്ങാതെ, എണ്ണത്തിൽ കുറയാതെ നിൽക്കുന്നത് ദൈവം നിന്നോട് ക്ഷമിച്ചത് കൊണ്ടാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഒന്ന്, ദൈവം നമ്മോട് ക്ഷമിക്കുന്നു. സ്ഥലം ക്രൂശാണ്, വെർട്ടിക്കൽ. നല്ലതേപോലെ ഒരു ഹൊറിസോണ്ടൽ സ്പാൻ കൂടിയുണ്ട്. ദൈവത്തോട് ക്ഷമിച്ചു എങ്കിൽ തിരുവചനം പറയുന്നു, മനുഷ്യരോട് ക്ഷമിക്കേണ്ടതായ കടമ നമുക്കുണ്ട്. ഒരിക്കൽ കൂടെ, ദൈവത്തോട് ക്ഷമിച്ചെങ്കിൽ ആ ഹൊറിസോണ്ടൽ സ്പാൻ പറയുന്നു. വെർട്ടിക്കൽ, ദൈവം നമ്മോട് ക്ഷമിക്കുന്നു. 2, ഹൊറിസോണ്ടൽ, മനുഷ്യരോട് നിങ്ങളെ ഞാൻ ക്ഷമിപ്പാൻ ബാധ്യസ്ഥരാണ്. കാരണം ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. മിണ്ടുന്നില്ല. ഒരിക്കൽ കൂടെ, ഞങ്ങളുടെ കടക്കാരോടെ. മത്തായി 6:12 കാണിച്ച മോനെ. സ്തോത്രം. മത്തായി 6:12, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ. ശബ്ദം ഉയർത്തി വേട്ടി വെക്കുന്നത് പോലെ ശക്തിയോടെ വായിച്ച്, ഞങ്ങളുടെ
ചുറ്റും ഇരിക്കുന്ന 4 പേരെ തൊട്ട് പറ, ചിലരോട് നമുക്ക് ക്ഷമിക്കാനുണ്ട്. പറഞ്ഞേ, ചിലരോട് നമുക്ക് ക്ഷമിക്കാനുണ്ട്. ഭർത്താവിൻ്റെ സഹോദരിയോട് നമുക്ക് ക്ഷമിക്കാനുണ്ട്. സ്തോത്രം. അമ്മായിയമ്മയോട് നമുക്ക് ക്ഷമിക്കാനുണ്ട്. ചങ്കിക്കുത്തുന്ന വർത്താനം പറയാതെ ബ്രദറെ, ബിൽഡിംഗ് ഫണ്ടുമായി വന്ന ദിവസമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിൻ്റെ പണത്തെ അല്ല ദൈവത്തിന് വേണ്ടിയത്, ദൈവത്തിന് നിന്നെയാണ് വേണ്ടിയത്. നിൻ്റെ നീതി പ്രവൃത്തി ഒരിക്കലും ദൈവത്തിൻ്റെ മുൻപിൽ സ്തോത്രം നീതീകരിക്കുന്നില്ല. നിൻ്റെ നീതി പ്രവൃത്തി ദൈവത്തിൻ്റെ മുൻപിൽ കറപുരണ്ട തുണി പോലെയാണ്. എത്ര ദാനധർമ്മം ചെയ്താലും, എത്ര നീതി ചെയ്താലും, കർത്താവ് പറയുന്നത് കറപുരണ്ട തുണി പോലെയാണ്. പക്ഷേ ആ കറയെ മാറ്റിക്കളയുന്നത് യേശുവിൻ്റെ രക്തമാണ്. മറ്റുള്ളവരോട് പിണങ്ങിയിരിക്കുന്നു ഒത്തിരി പേരാണ് കേൾക്കുന്നുണ്ട്. മറ്റുള്ളവരോട് പിണങ്ങിയിരുന്ന കത്രിമേശ എടുക്കുന്നവർ ഇന്ന് പകൽ മാനസാന്തരപ്പെടേണ്ട ദിവസം. മറ്റുള്ളവരോട് പിണങ്ങിയിരുന്ന അന്യഭാഷ പറയുന്ന, വഴക്കുണ്ടാക്കുന്ന നാവ് കൊണ്ട് അന്യഭാഷ പറയുന്നവർ ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ മാനസാന്തരപ്പെടേണ്ട ദിവസം. കാരണം പ്രതികാരം അത് ദൈവത്തിനുള്ളതാണ്. സ്തോത്രം. പ്രതികാരം ദൈവത്തിനുള്ള, നമ്മളല്ല പ്രതികാരം ചെയ്യേണ്ടത്. അതുകൊണ്ട് എൻ്റെ കണ്ണിൽ നോക്കിയിരുന്നാണ്ട് കയ്പ്, പക, പിണക്കം സ്തോത്രം നിനക്കുള്ളതല്ല. ദൈവം നിന്നോട് ക്ഷമിച്ചെങ്കിൽ ദൈവത്തോട് നിനക്കും ക്ഷമിപ്പാനുണ്ട്. ആമേൻ. കേട്ടോ? ആമേൻ പറഞ്ഞേ. ദേഷ്യമുള്ളവർ ഹല്ലേലൂയ പറഞ്ഞേ. കുറച്ച് പേരേ ഉള്ളൂ. അമ്മച്ചി എന്നെ കണ്ടിട്ട് പോകണം കേട്ടോ, മീറ്റിംഗ് കഴിഞ്ഞിട്ട്. അമ്മച്ചി ഇന്ന് ആദ്യമായിട്ട് വന്നത് കൊണ്ടാണ്. എവരെ വർഷങ്ങളായിട്ട് എന്നെ അറിയാം. എവരെന്നെ പഠിച്ച് PhD എടുത്തിട്ട് ഇരിക്കുന്ന പാർട്ടികളാണ്. ഹല്ലേലൂയ. ആരോടോ നിനക്ക് ക്ഷമിക്കാനുണ്ട്, നീ നന്നാകാൻ. അവരോട് ക്ഷമിക്കുമ്പോൾ അവരങ്ങ് നന്നായി പോകത്തില്ലയോ? നോ 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 നോ, അവരല്ല നന്നായി പോകുന്നേ. ക്ഷമിക്കുമ്പോൾ നീയാണ് നന്നാകുന്നത്. ഹല്ലേലൂയ. സോ ക്ഷമിക്കുന്നത്, ഒരു ലിസ്റ്റ് ഞാൻ പറയട്ടെ. ക്ഷമിക്കുന്നത് ഇറ്റ് ഈസ് സ്ട്രെങ്ത്, നോട്ട് വീക്ക്നെസ്. ക്ഷമിക്കുക എന്ന് പറയുന്നത് സ്തോത്രം ബലശാലികൾക്ക് മാത്രമേ, ബലമുള്ളവർക്ക് മാത്രമേ ക്ഷമിക്കാൻ കഴിയത്തുള്ളൂ. വീക്ക്നെസ്, തൊട്ടാവാടികൾ ഒരിക്കലും ക്ഷമിക്കത്തില്ല. സ്തോത്രം. അതെ, ബലമുള്ളവർക്ക് മാത്രമേ ക്ഷമിപ്പാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. ഉറപ്പുള്ളവർക്ക്, അല്ലെങ്കിൽ ബലമുള്ളവർക്ക്. ഓണം കഴിഞ്ഞു, അവരുടെ വടംവലി മത്സരം തീർന്നു. പക്ഷെ നിന്റെ വടംവലി മത്സരം ഇപ്പോഴും തുടരുകയാണ്. നിന്നെ താഴ്ത്താനും തകർക്കാനും ലോകത്തിലുള്ള സകല മനുഷ്യരും, കേക്ക്, ലോകത്തിലുള്ള സകല മനുഷ്യരും സ്തോത്രം നരകത്തിലെ മുഴുവൻ ഭൂതവും ഒരറ്റത്തെ വലം വലിക്കുക. പക്ഷെ നീ പൊളിയുന്നില്ല. മുഴുവൻ ലോകവും മുഴുവൻ നരകവും ഒരറ്റത്തെ കയറി പിടിച്ച് നിന്നെ താഴ്ത്താൻ നോക്കിയിട്ട് നീ പൊളിയുന്നില്ല. നീ പൊളിയാത്ത രഹസ്യം എന്തെന്ന് കാണാൻ ആ കയറിൻ്റെ മററ്റത്തേക്ക് നോക്കിയപ്പോൾ ഞാൻ കണ്ടത് ആ കയറ് പിടിച്ചിരിക്കുന്ന ആണിപ്പടുത്തുള്ള കരമ. മനസ്സിലായെങ്കിൽ ആമേൻ പറഞ്ഞാട്ടെ. ദൂതതാണ്. ലോകവും നരകവും ഒരുമിച്ച് വന്നാലും നിന്നെ ഒരു ചുക്കും ചെയ്യാൻ തക്കവണ്ണം കഴിയത്തില്ല. കാരണം അത്യുന്നതന്റെ മറവിലും സർവശക്തന്റെ കീഴിൽ ദൈവം നിന്നെ പരിപാലിക്കുന്നു. അതുകൊണ്ട് തൊട്ടവാടിയാകാതെ, കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ, തൊട്ടവാടിയാകാതെ. ദൈവം ഉന്നതനല്ല, അവൻ അത്യുന്നതനാണ്. ദൈവം ശക്തനല്ല, അവൻ സർവശക്തനാണ്. ഒരിക്കൽ കൂടെ, ദൈവം അത്യുന്നതനാണ്, ദൈവം സർവശക്തനാണ്. അതുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ ചെയ്താലും സ്തോത്രം നിന്റെ നന്മയ്ക്ക് വേണ്ടി അവരോടങ്ങ് ക്ഷമിച്ചാടെ. ഈ പേടിത്തൊണ്ടന്മാർക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല. പക്ഷെ ബോൾനെസ് ഉള്ളവർക്ക് മാത്രമേ ക്ഷമിക്കാൻ പറ്റത്തുള്ളൂ. ധൈര്യമുള്ളവർക്ക് മാത്രമേ ക്ഷമിക്കാൻ പറ്റത്തുള്ളൂ. പേടിത്തൊണ്ടന്മാർക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല. ക്രൂശിൽ കേട്ട ഒന്നാമത്തെ മൊഴി എന്തായിരുന്നു? ക്രൂശിൽ കേട്ട ഒന്നാമത്തെ മൊഴി എന്തായിരുന്നു? അയ്യോ എന്നല്ലല്ലോ കേട്ടത്. ഓ കമാൻ, ഹല്ലേലൂയ. എൻ്റെ കർത്താവ് ക്രൂശിൽ അയ്യോ വിളിച്ചില്ല. കർത്താവ് ക്രൂശിൽ അയ്യോ വിളിച്ചില്ലെങ്കിൽ നിന്റെ ജീവിതകാലത്ത് ഒരിക്കലും നീ അയ്യം വിളിക്കത്തില്ല.
നിന്റെ വീട്ടിൽ നിന്ന് നിലവിളി ഉയരത്തില്ല. ഓ, ഇത് മാത്രം മതി ഇന്ന് ആരാധിക്കാൻ. രണ്ടുപേരെ തൊട്ട് പറഞ്ഞാട്ടെ, നിലവിളി ഇല്ലാത്തതാണ് എൻ്റെ ജീവിതം. പെട്ടെന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. മുന്നിൽ പിന്നിൽ ഇരിക്കുന്ന രണ്ടുപേരെ നോക്കി പറഞ്ഞാട്ടെ, തൊടണ്ട, നോക്കി പറഞ്ഞാട്ടെ, സ്തോത്രം, എൻ്റെ വീട്ടിൽ നിലവിളിയില്ല. പെട്ടെന്ന് പറഞ്ഞേ. എൻ്റെ വീട്ടിൽ നിലവിളിയില്ല. കാരണം ക്രൂശിൽ കർത്താവ് അയ്യോ എന്ന് വിളിക്കാത്തത് കൊണ്ട് നീയും അയ്യം വിളിക്കത്തില്ല. സ്തോത്രം. പകരം അതെ, ക്രൂശിൽ നിന്ന് വെളിപ്പെട്ടത് ഒരു ധൈര്യത്തിൻ്റെ ശബ്ദമാണ്. ഫാദർ forgive them, they do not know what they do. പിതാവ്, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയാകിയാൽ. തിയറി നമ്മൾ ജയിച്ചു. സ്തോത്രം. അതെ, പിതാവ്, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. എന്താ കർത്താവ് ഇത്ര ധൈര്യമായി ആദ്യമേ ആ ഫയൽ അങ്ങ് നീക്കിയത്? അതെ, ആദ്യമേ ഞാൻ ഇത്ര ധൈര്യമായി ഫയൽ നീക്കിയത് എനിക്കറിയാം. ഞാൻ നിൽക്കുന്നത് വിൽ ഓഫ് ഗാഡിലാണ്. ഞാൻ നിൽക്കുന്നത് ദൈവഹിതത്തിലാണ്. ഞാൻ നിൽക്കുന്നത് ദൈവഹിതത്തിലാണ്. കുറച്ച് വേദനയുണ്ട്, കുറച്ച് റിജക്ഷനുണ്ട്, കുറച്ച് പരിഹാസവും നിന്നയൊക്കെ ഉണ്ട്. പക്ഷേ ഇത് പെട്ടെന്നങ്ങ് കഴിഞ്ഞ് വേറെ ആർക്കും ഇല്ലാത്ത ഒരു ബ്രേക്ക് ത്രൂ, വേറെ ആരും അനുഭവിക്കാത്ത ഒരു ഉയർപ്പ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നു. കമോൺ, ആരോടാ ഞാൻ പ്രവചിച്ചത്? ആ പഞ്ചായത്തിൽ ആർക്കും ഇല്ലാത്തത്, ആ കുടുംബത്തിൽ ആരും നടന്നിട്ടില്ലാത്തത്, ആരൊക്കെ കാത്തിരുന്നു, തമ്പുരാൻ കൊടുത്തില്ല. ആരൊക്കെയോ ചോദിച്ചു, അവരത് അനുഭവിച്ചിട്ടില്ല. പക്ഷെ വേല കൊടുത്തവൻ, ഓ, വേല കൊടുത്തു വന്നിട്ടുള്ള ആരോ ഈ സെക്കൻഡ് സർവീസിനുണ്ട്. വേല കൊടുത്തവർ അത് പ്രാപിപ്പാൻ വേണ്ടി പോകുന്നു. അതുകൊണ്ട് ബോൾഡ്നെസ് ഉള്ളവർ, ധൈര്യമുള്ളവർക്ക് മാത്രമേ മറ്റുള്ളവരോട് ഫർഗീവ് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഫിയർ ഉള്ളവർ, ഭയമുള്ളവർ, സ്തോത്രം, ക്ഷമിക്കത്തില്ല. പക്ഷെ ഫെയ്ത്ത് ഉള്ളവർ ക്ഷമിക്കും. മനുഷ്യനെ ഭയക്കുന്നവർ ക്ഷമിക്കത്തില്ല. അയ്യോ, അവരോട് ക്ഷമിച്ച് അവരോട് അടുത്ത ബ്രദർ സുരേഷ് ബാബു ഇന്ന് പകൽക്കാലം അവരോട് ക്ഷമിച്ച് വീണ്ടും ചെന്ന് അവരോട് കഞ്ഞി കുടിക്കാനല്ല പറയുന്നത്. ഒരിക്കൽ ബ്രദർ സുരേഷ് ബാബു ഇന്ന് പകൽക്കാലം നിന്നോട് പറയുന്നത് ആ കൊച്ചപ്പനോട്, മക്കളോട്, മറ്റ് പ്രിയപ്പെട്ടവരോട് എല്ലാവരോടും ക്ഷമിച്ചിട്ട് വീണ്ടും ചെന്ന് അവരുടെ കൂടെ പായിട്ട് കഞ്ഞി കുടിക്കാനല്ല ഞാൻ പറഞ്ഞത്. അവർ ഇന്നലെ എടുത്ത വലിയ ആയുധത്തെക്കാൾ ഏറ്റവും വലിയ, ഇന്നലെ നിനക്കെതിരെ എടുത്തത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണെങ്കിൽ ഇപ്പം അവരെടുത്തിട്ടുള്ളത് പൊട്ടാസ്യം സയനൈഡാണ്. ഓ കമാൺ, ആരോട് പറയാം? ഏതോ അമ്മച്ചു ചോദിച്ചു അതെങ്ങനെ ഇരിക്കുന്നു. Come on, hallelujah. So ഇന്നലത്തെക്കാൾ വലിയ ആയുധം വെച്ചിട്ട് അവരിയ്ക്കുന്നത്. സോ അതുകൊണ്ട് ഫെയ്ത്ത് മനുഷ്യനിലല്ല, അടുത്തിരിക്കുന്നവർ ഹൈ ഫൈ കൊടുത്തോട്ട് പറഞ്ഞാട്ടെ, ഫെയ്ത്ത് ദൈവത്തിലാണ്. പറ, വിശ്വാസം ദൈവത്തിലാണ്. വിശ്വാസം ദൈവത്തില്ല. അതുകൊണ്ട് അവർ അപവാദം പറഞ്ഞു കാണും, അവരെ പ്രശ്നം ഉണ്ടായി കാണും, അവരെ കഥ എഴുതി കാണും, അവർ മറ്റു കാര്യങ്ങൾ ഒത്തിരി കാര്യം ചെയ്ത് കാണും. പക്ഷേ യേശുവിൻ്റെ നാമത്തിൽ ഇതൊന്നും കാരണം ലോകത്തെ ജയിച്ച ജയമോ വിശ്വാസം അത്രേ. യേശുവിൻ്റെ നാമത്തിൽ കഴിഞ്ഞ കാലങ്ങൾ പലതിൽ ജയിച്ചു എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തിയാണ്. പലതിൽ ഞാൻ ജയിച്ചു എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവന്മാരെല്ലാം തോറ്റതാണോ? കഴിഞ്ഞ കാലങ്ങളിൽ എന്തേലുമൊക്കെ കാര്യങ്ങൾ ജയിച്ചു എന്ന് പറയുന്നവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു, ഇന്ന് നീ പോകുന്നതിൽ നീ ജയിച്ചിരിക്കും. ഒരു ജയം കൂടെ നീ കാണുവാൻ വേണ്ടി പോകുന്നു.
ഫോർഗീവ്നെസ് എന്ന് പറയുന്നത് ടോർമെന്റ് അല്ല, ദണ്ഡനമല്ല. ഫോർഗീവ്നെസ് എന്ന് പറയുന്നത് ഫ്രീഡമാണ്. അൺഫോർഗീവ്നെസ് ആണ് ദണ്ഡനം. അൺഫോർഗീവ്നെസ്, മറ്റുള്ളവരോട് ക്ഷമിക്കാത്തത് നിന്നെ എപ്പോഴും അത് ദണ്ഡിപ്പിക്കുകയാണ്. 1989, 1994, 1998 എന്ന് പറഞ്ഞ് ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ന കാലത്തിൽ ഇന്ന സ്ഥലത്ത് വെച്ച് ഇങ്ങനെ ഉണ്ടായി, ആ വ്യക്തി ഇങ്ങനെ പറഞ്ഞു, മറ്റൊരിങ്ങനെ ചെയ്തു. ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ക്ഷമിക്കാതെ അതേ ഓർമ്മകൾ ജീവിക്കുമ്പോൾ, ക്ഷമിക്കാതെ അതേ കാര്യം പറയുമ്പോൾ, സ്തോത്രം, ആരെങ്കിലും കിട്ടിയാൽ തന്നെ ആദ്യം പറയാൻ വെമ്പൽ വരുന്നത് ആ കാര്യമാണ്. അത് പറയുമ്പോൾ ഓരോ പ്രാവശ്യം നീ ഇങ്ങനെ പറയുമ്പോൾ ഉണങ്ങി വരുന്ന ആ മുറിവിനെ വീണ്ടും നീ സ്ക്രാച്ച് ചെയ്യുന്നു, ഉണങ്ങി വരുന്ന മുറിവിനെ വീണ്ടും നീ ചൊറിയുന്നു, വീണ്ടും നീ ചൊറിയുമ്പോൾ വീണ്ടും മുറിവുണ്ടാകുന്നു, വീണ്ടും രക്തം പുറത്തേക്ക് പോകുന്നു, വീണ്ടും ചൊറിയുന്നു, വീണ്ടും സ്തോത്രം രക്തം പുറത്തേക്ക് പോകുന്നു. അതുകൊണ്ട് നിങ്ങളിൽ ചിലർ ജീവിക്കുന്നത് പൂജപ്പുരയിലും അട്ടക്കുളങ്ങരയിലും അല്ല, അതിനേക്കാൾ വലിയ ജയിലില്ല. അന്യദേശത്തിരുന്ന് കേൾക്കുന്നവർ ദയവായി സോറി പറയുന്നു. ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ള സൗകര്യപ്രദമായ 2 ജയിലുകളുടെ പേരാണ് ഫ്രീ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നത്. അവരെക്കാൾ വലിയ ദണ്ഡനത്തിലാണ് നീ ജീവിക്കുന്നത്. ആ ജയിലിൽ കിടക്കുന്നവരെക്കാൾ വലിയ ദണ്ഡനത്തിലാണ് നീ ജീവിക്കുന്നത്. കാരണം യേശു കർത്താവ് ഒരു ദിവസം ഒരു 10,000 താലന്തിൻ്റെ ഉപമ പറഞ്ഞു. ഒരു മനുഷ്യൻ 10,000 താലന്ത് കടപ്പെട്ടു. അതൊരു നാഷണൽ ഡെപ്റ്റ് എന്നാണ് വില്യം ബ്രാക്കലി എഴുതിയിരിക്കുന്നത്. നാഷണൽ ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ കടത്തേക്കാൾ വലിയ കടം. ഒരു മനുഷ്യനുണ്ടായി, കൊടുത്തു തീർക്കാൻ വകയില്ല. അവൻ രാജാവിൻ്റെ പാദത്തിൽ വീണു നിലവിളിച്ചു. രാജാവ് മനസ്സലിവുള്ളവനായതുകൊണ്ട്, രാജാവ് ക്ഷമിക്കുന്നവനായതുകൊണ്ട് അവനെ ക്ഷമിച്ചു. രാജ്യത്തിൻ്റെ കടം, കോടികളുടെ കടം. അവനാ ക്ഷമ കിട്ടി, സന്താപം തീർന്നല്ലോ, സന്തോഷം വന്നല്ലോ. സന്തോഷം എക്സാക്ട്ലി അത് തന്നെ. അവനിങ്ങനെ സന്തോഷത്തോടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 80,000 രൂപ അല്ലെങ്കിൽ 1,00,000 രൂപ തന്നോട് കടപ്പെട്ട ഒരുത്തനെ കണ്ട് അവനത് ക്ഷമിക്കാൻ പറ്റിയില്ല. തന്നോട് രാജാവ് ഒത്തിരി ക്ഷമിച്ചു, പക്ഷെ തനിക്ക് മറ്റുള്ളവനോട് ക്ഷമിക്കാൻ പറ്റിയില്ല. എൻ്റെ കണ്ണിൽ നോക്ക് സ്തോത്രം. നീ ഗുണപ്പെടേണ്ട അവസാനത്തെ ഞായറാഴ്ചയാകുന്നു ഇത്. അതുകൊണ്ട് എൻ്റെ കണ്ണിൽ നോക്കുക. കൈയടിക്കല്ല, അറ്റൻഷൻ പോകും, കൈയടിക്കല്ല. നിന്നോട് ദൈവം ഒത്തിരി ക്ഷമിച്ചതാ, നിന്നോട് ദൈവം 900 ക്ഷമിച്ചതാ. അതുകൊണ്ട് നീ ആ നാത്തൂൻ്റെ മോനോട് നീ ക്ഷമിച്ചേ പറ്റത്തുള്ളൂ, നിൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരോട് നീ ക്ഷമിച്ചേ പറ്റത്തുള്ളൂ. നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്തത് അതാണ്. നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്ത കാര്യം അതാ. നിൻ്റെ അകത്തിരിക്കുന്ന കയ്പ, നിൻ്റെ അകത്തിരിക്കുന്ന ക്ഷമയില്ലാതെ എന്ന് ഈ പുസ്തകം പറയുന്നു. ഞായറാഴ്ച വന്ന് ചേതോ വികാരമുണ്ടായി കൈയടിച്ചു പോകുന്നതല്ല ആത്മീയം, ഇത് അനുഭവിക്കാനുള്ളതാണ്. So what happened? സ്തോത്രം. അതെ, മറ്റവനോട് ക്ഷമിച്ചില്ല. നേരെ ഇന്ന് അതെ സ്തോത്രം കേസ് ഫയൽ ചെയ്തു. എനിക്ക് 80,000 1,00,000 എന്തോ ചെറിയൊരു എമൗണ്ട് തരാനുണ്ട്. രാജാവിൻ്റെ അടുക്കലേക്ക് കണ്ടു എന്നവർ ചെന്ന് കംപ്ലൈൻറ്റ് പറഞ്ഞു. രാജാവെ, കോടികൾ നീ അവനോട് ക്ഷമിച്ചു, പക്ഷേ അവൻ മറ്റുള്ളവനോട് ക്ഷമിച്ചില്ല. രാജാവ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, അവനെ പിടിക്കുക, അവനെ അറസ്റ്റ് ചെയ്യും, ദണ്ഡിപ്പിക്കുന്നവിടെ കയ്യിൽ കൊടുത്തു. രാത്രിയും പകലും ക്ഷമിക്കാത്തവൻ ദണ്ഡനമേറ്റു എന്ന് മത്തായി 18:21 മുതൽ താഴേക്ക് പറയുന്നു. രാത്രിയും പകലും അവൻ ദണ്ഡനത്തിലായിരുന്നു ജീവിച്ചത്. ക്ഷമിക്കാത്ത സഹോദരന്മാർ, ക്ഷമിക്കാത്ത പിതാവ്, ക്ഷമിക്കാത്ത സഹോദരി, ക്ഷമിക്കാത്ത മാതാവിയെ സ്തോത്രം മറ്റുള്ളവരോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ സ്തോത്രം അതെ, നീ ടോർമെൻറ്റിലാണ്, നീ ദണ്ഡനത്തിലാണ്. എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ പീഡിതരെ സ്വതന്ത്രരാക്കി വിട്ടയക്കുന്ന കർത്താവ് ഇന്ന് പകൽക്കാലം റോയായി ഏത് കൈസിൽ ചലിക്കുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ വിളിച്ചു പറഞ്ഞാട്ടെ, ഞാൻ അവരോട് ക്ഷമിക്കുന്നു, മനഃപൂർവ്വം ക്ഷമിക്കുന്നു. ഈ ക്ഷമിക്കാത്തത് കൊണ്ടാണ് കൊളസ്ട്രോൾ കൂടുന്നത്. ചില രോഗങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും മാറത്തില്ല. എല്ലാ ഞായറാഴ്ചയും സെക്കൻഡ് സർവീസ് കഴിയുമ്പോൾ ഒരേ രോഗം പറഞ്ഞു വരുന്ന അമ്മച്ചിമാർ ഇന്ന് പകൽക്കാലം മനസ്സാന്തരപ്പെടട്ടെ. ഒരേ വേദനയ്ക്ക് വേണ്ടി പ്രാർത്ഥനയ്ക്ക് മുന്നോട്ട് വരുന്നവർ ഇന്ന് പകൽക്കാലം കേൾക്കട്ടെ. ആരോടോ നിനക്ക് ക്ഷമിക്കാനുണ്ട്, ഏതോ മരുമകളോട് നിനക്ക് ക്ഷമിക്കാനുണ്ട്, ഏതോ ബന്ധുക്കളോട് നിനക്ക് ദൈവത്തിൻ്റെ കൃപയാൽ ക്ഷമിക്കാനുണ്ട്.
മരുന്ന് കഴിച്ചു, ആയുർവേദത്തിൽ പോയി, അലോപ്പതി പോയി, ഹോമിയോപ്പതി പോയി, നാച്ചുറോപ്പതി, ഒരു പതിയും കിട്ടാത്തത് കൊണ്ട് ഇപ്പോൾ ഇങ്ങോട്ട് വന്ന് നോ ദൈവദാസന്മാർ നിൻ്റെ തലയിൽ കവയ്ക്കുന്നത് കൊണ്ട് തലമുടി താഴെ പോകുമെന്നുള്ളത്. അതെ, ദൈവത്തിൻ്റെ വിടുതലുണ്ടാകണമെങ്കിൽ നിൻ്റെ അകത്തിരിക്കുന്ന അൺഫോർഗിവ്നെസ്, നിൻ്റെ അകത്തിരിക്കുന്നതായ കയ്പിനെ പകയെടുത്ത് പുറത്ത് കളഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ പറയട്ടെ, ഞാൻ മനഃപൂർവ്വം ക്ഷമിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഞാൻ സമയം തരും, 5 മിനിറ്റ് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. സ്തോത്രം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം മനഃപൂർവ്വമായി പറയണം, ഞാൻ വീണ്ടും പോയി അവരോട് ഓണം കഴിഞ്ഞു ഇനി സംക്രാന്തിക്ക് ഞങ്ങൾ ഒരുമിച്ച് കൂടും എന്നല്ല നിങ്ങൾ തീരുമാനിക്കേണ്ടത്. അവരെ കയ്യിൽ ലുട്ടാപ്പിയുടെ കുന്തത്തേക്കാൾ വലിയ കുന്തം ഇരിപ്പുണ്ട്. കീപ് യുവർ ഡിസ്റ്റൻസ്. സ്തോത്രം. കാരണം യു കനോട്ട് ട്രസ്റ്റ് പീപ്പിൾ. സ്തോത്രം. അതെ, ബ്ലൈൻഡ് ട്രസ്റ്റ് അല്ല ഫോർഗിവ്നെസ് എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടെ പറയട്ടെ, ബ്ലൈൻഡ് ട്രസ്റ്റ് അല്ല. കാരണം അവരെ അല്ല നീ വിടുവിക്കുന്നത്, നീ നിന്നെയാണ് വിടുവിക്കുന്നത്. കൈയടിക്കുന്ന നേരെ കൈയടിക്കുക. കമാൻ. ഒത്തിരി ഡോക്ടർമാരുടെ ചുറ്റും ഇരിപ്പുണ്ട്, ഇടതും വലതും മുന്നിൽ എവിടെ തിരിഞ്ഞെങ്കിൽ നോക്കിയാൽ ഇന്ന് പല ഡോക്ടർമാരാണ്. ആ ഡോക്ടർമാർ പഠിച്ച സ്റ്റഡീസ് പറയുന്നു, അതെ, പല രോഗങ്ങൾ വരുന്നത് അൺഫോർഗിവ്നെസ് കൊണ്ടാണ്, ക്ഷമിക്കാത്തത് കൊണ്ടാണ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൽ അക്ഷമയില്ല. കർത്താവിൽ ക്ഷമയുള്ളത് കൊണ്ട് നമുക്കിന്ന് പകൽ ക്ഷമിച്ചേ പറ്റത്തുള്ളൂ. എഫെസ്യലേഖനം 4-ാം അധ്യായം പറയുന്നു, സ്തോത്രം, വിച്ച് ഈസ് അൺഫോർഗിവ്നെസ്, ക്ഷമയില്ലായ്മ, മറ്റുള്ളവരോട് ക്ഷമിക്കാത്തത്. ന്യായം നിങ്ങളുടെ ഭാഗത്താണ്, സമ്മതിച്ചു. നീതി നിങ്ങളുടെ ഭാഗത്താണ്, സമ്മതിച്ചു. നീതിയും ന്യായമെല്ലാം നിങ്ങളുടെ ഭാഗത്താ. പക്ഷേ ആ പഴയ പാസ്റ്ററോട് ക്ഷമിച്ചിട്ടില്ല. നീതിയും ന്യായവും നിങ്ങളുടെ ഭാഗത്താ, സമ്മതിച്ചു. പഴയ പള്ളിയോട് ക്ഷമിച്ചിട്ടില്ല. നീതിയും ന്യായവും നിങ്ങളുടെ ഭാഗത്താ, സമ്മതിച്ചു. നല്ലത് മാത്രമേ നിങ്ങൾ ചെയ്തിട്ടുള്ളൂ, നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ സ്തോത്രം, അതെ, മറ്റുള്ളവരോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ വിച്ച് ഈസ് ആൻ ഓപ്പൺ ഡോർ ഫോർ ദ എനിമി. ദുരാത്മാക്കൾ നിൻ്റെ അകത്ത് കയറാനുള്ള തുറന്ന വാതിലാണ്. എഫെസ്യലേഖനം 4-ാം അധ്യായം 27 വായിക്കുമ്പോൾ, എഫെസ്യർ 4:27 വായിക്കുമ്പോൾ തിരുവചനം പറയുന്നു, എല്ലാവരും ശബ്ദവിധത്തിൽ വായിച്ച്, പിശാചിന് ഇടം കൊടുക്കരുത്. അയ്യോ, വാക്യം കാണാതെ എല്ലാവർക്കും അറിയോ? റിയലി ഒരിക്കൽ കൂടെ പിശാചിന് ഇടം കൊടുക്കല്ലേ. ഏതാണ് ആ ഇടം? ഒരു വലിയ ലിസ്റ്റ് അവിടെ എഴുതിയിട്ടുണ്ട്. എഫെസ്യർ 4:22 മുതൽ വീട്ടിൽ പോയി ചിക്കൻ്റെ കാല് പിടിക്കുന്നതിന് മുമ്പ് ഒന്ന് വായിച്ചു നോക്കിയാട്ടെ. വലിയൊരു ലിസ്റ്റ് തന്നെ അവിടെ എഴുതിയിട്ടുണ്ട്. 31 നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. എഫെസ്യർ 4:31 വായിക്കുമ്പോൾ, എല്ലാ കയ്പും കോപവും ക്രോധവും കൂറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്നുണ്ടായിരുന്നാൽ മതി. ലൂസിഫറും കുട്ടിച്ചാത്തന്മാരും പറയും, ദേണ്ടെ വാതിൽ തുറന്ന് കിടക്കുന്നു, നമുക്കുള്ള ഓപ്പൺ ഇൻവിറ്റേഷനാണ് എന്ന് പറഞ്ഞ് അവറ്റകൾ നമ്മളുടെ അടുക്കലേക്ക് കയറി വരിക. സാത്താന്യ ഇൻഫ്ലുവൻസ് ഇതിൻ്റെ മേലുണ്ടെങ്കിൽ, കയ്പ് നിമിത്തം, കോപം നിമിത്തം സാത്താന്യ ഇൻഫ്ലുവൻസ് ഇതിൻ്റെ മേലുണ്ടെങ്കിൽ, അൺഫോർഗിവ്നെസ് നിമിത്തം, കേൾക്കുക, ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ദൂതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സെൻറ്റൻസാണ് ഞാൻ പറയാൻ പോകുന്നത്. സ്തോത്രം. ക്ഷമയില്ലായ്മ നിമിത്തം സാത്താന്യ സ്വാധീനം നിന്റെ മേലുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മീയ ജീവിതം പരാജയമായിരിക്കും. നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ വളർച്ച കാണത്തില്ല, അത് സ്റ്റാഗ്നൻ്റ് ആയിരിക്കും. സ്തോത്രം. അതുകൊണ്ടാണ് 25 വർഷമായി 30 വർഷമായി യാതൊരു വളർച്ചയുമില്ല. ആദ്യെങ്കിലും ഇപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ. ആരാ ആമേൻ പറഞ്ഞേ? അതിനുവേണ്ടി അല്ല ദൈവം നിങ്ങളെ വിളിച്ചത്. പകരം ദൈവം നിന്നെ വിളിച്ചത് കൃപയിൽ നിന്ന് കൃപയിലേക്ക്, ശക്തിയിൽ നിന്ന് ബലത്തിൽ നിന്ന്, തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് വളരണമെങ്കിൽ മക്കളെ, സാത്താന്യമായ സ്വാധീനം അടുത്ത ക്രിസ്മസിനല്ല, ഇന്ന് പൊട്ടിമാറി ദൈവസന്നിധിയിൽ പറയണം, ഞാൻ ക്ഷമിക്കുന്നു, ഞാൻ ക്ഷമിക്കുന്നു, ഞാൻ ക്ഷമിക്കുന്നു. എന്തിനാണ്? ശത്രുവിൻ്റെ സ്വാധീനം എന്നിൽ നിന്ന് തകർന്നു പോകാൻ. ഹല്ലേലൂയ. കാരണം സ്തോത്രം, എല്ലാ കയ്പും ക്ഷമയില്ലായ്മ തരുന്നതാണ്. അതെ, കയ്പ്. ഫർഗീവ്നെസ് എന്ന് പറയുന്നത് ബിറ്റർനെസ് അല്ല. ഫർഗീവ്നെസ് എന്ന് പറയുന്നത് ബെറ്റർമെൻ്റ് ആണ്. ഒരിക്കൽ കൂടെ, ബെറ്റർമെൻ്റ് ആണ് ഫർഗീവ്നെസ്. ക്ഷമയെന്ന് പറയുന്നത് എൻ്റെ ലൈഫിനെ ബെറ്റർ ആക്കുന്നതാണ്. ആരും മിണ്ടുന്നില്ലല്ലോ. ക്ഷമയെന്ന് പറയുന്നത് എൻ്റെ ലൈഫിനെ ബെറ്റർ ആക്കുന്നതാണ്, അല്ലാതെ ബിറ്ററിൽ ജീവിക്കുന്നതല്ല. ക്ഷമയെന്ന് പറയുന്നത് എൻ്റെ കഴിഞ്ഞ മാസത്തേക്കാൾ കഴിഞ്ഞ വർഷത്തേക്കാൾ എൻ്റെ ലൈഫിനെ ബെറ്റർ ആക്കുന്നതാണ്. എത്ര പേർ ആമേൻ പറയൂ? ഇല്ല, കയ്പിൽ ക്ഷമയില്ലാതെ കയ്പിൽ ജീവിച്ചാൽ തൊലഞ്ഞു പോകും. 3 ഉദാഹരണം പറയാം. ഒന്ന്, അഹീത്തോഫേൽ.
ദൈവത്തിൻ്റെ ആലോചന പറയുന്നവനായിരുന്നു അഹീത്തോഫേൽ. അഹീത്തോഫേലിനെ കുറിച്ച് വായിച്ചിട്ടുള്ളവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. ബൈബിളിലുണ്ട് കേട്ടോ. ബാക്കിയുള്ള എല്ലാവരും അടുത്ത ഞായറാഴ്ച വരുന്നതിന് മുമ്പ് അഹീത്തോഫേലിനെ കുറിച്ച് വായിച്ചിട്ട് വരണം. സ്തോത്രം. ആ വാതുക്കൽ ഞാൻ നിൽക്കും. അഹീത്തോഫേലിനെ കുറിച്ച് സ്തോത്രം ചോദ്യം ചോദിക്കുന്നതായിരിക്കും. അടുത്ത ഞായറാഴ്ച നിങ്ങൾക്ക് അഹീത്തോഫേൽ എന്ന വിഷയത്തിൽ ടെസ്റ്റ് പേപ്പർ ഉണ്ടായിരിക്കും. നോക്ക്, അഹീത്തോഫേൽ ദൈവത്തിൻ്റെ ഉറക്കളായിരുന്നു, ദൈവത്തിൻ്റെ ആലോചനക്കാരനായിരുന്നു. പക്ഷെ ദാവീദിനോട് കയ്പായിരുന്നു. ന്യായം അഹീത്തോഫേലിൻ്റെ ആയിരുന്നു, പക്ഷേ അഹീത്തോഫേലിന് കയ്പായിരുന്നു. അവനൊരു കൂട്ടും കൂടെ കിട്ടി. സ്തോത്രം. അബ്ശലോമിനും കയ്പായിരുന്നു. അബ്ശലോമും കയ്പുകാരനായിരുന്നു, അഹീത്തോഫേലും കയ്പായിരുന്നു. റിയലി ബൈബിളിലുള്ളതാണ്. രണ്ടുപേരും ഒന്നായത് എങ്ങനെയാണെന്നറിയോ? ആ സ്പിരിറ്റ് ടു സ്പിരിറ്റ് ഒരു അട്രാക്ഷൻ ഉണ്ട്. രണ്ട് സ്കൂളിലാണ് പഠിച്ചത്, രണ്ട് ജാതിയാണ്, രണ്ട് സ്ഥലത്താണ് ജനിച്ചു വളർത്തപ്പെട്ടത്. പക്ഷെ ഇപ്പം നോക്കുമ്പോൾ എവിടെ തിരിഞ്ഞു നോക്കിയാലും അവർ പേരായിട്ടാണ് നടക്കുന്നത്. ഈ നുണ പറയുന്നവർ ഒരുമിച്ചേ നടക്കത്തുള്ളൂ. തമ്മിലടി ഉണ്ടാക്കുന്നവർ ഒരുമിച്ചേ നടക്കത്തുള്ളൂ. മറ്റുള്ളവരെ പറ്റിക്കുന്നവർ ഒരുമിച്ചേ നടക്കത്തുള്ളൂ. കുറ്റം പറയുന്നവർ ഒരുമിച്ചേ നടക്കത്തുള്ളൂ. യേശുവിൻ്റെ നാമത്തിൽ ആ ഈവിൾ അസോസിയേഷൻ ഇന്ന് പകൽ തകർക്കപ്പെടട്ടെ. ഹല്ലേലൂയ. അഹീത്തോഫേലും അബ്ശലോമും ഒരുമിച്ചായിരുന്നു. മൂന്നാമത് ഒരുത്തൻ്റെ കൂടെ പറയും, കർത്താവിനോട് കയ്പുള്ളവനായിരുന്നു യൂദാ. മൂന്നിനും പറ്റിയത് ഒരേ കാര്യമായിരുന്നു. അഹീത്തോഫേലും തൂങ്ങി, അബ്ശലോമും തൂങ്ങി, യൂദയും തൂങ്ങി. നാലാമതൊരു തൂക്കം ഒരിടത്തും നടക്കാതിരിക്കേണ്ടതിന് മൂന്ന് തൂക്കം പറഞ്ഞു. നാലാമതൊരു തൂക്കം നടക്കാതിരിപ്പാൻ സകല കയ്പിനെ എടുത്ത് പുറത്ത് കളഞ്ഞിട്ട് ദൈവസന്നിധിയിൽ പറഞ്ഞാട്ടെ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ബെറ്റർമെൻറ്റിന് വേണ്ടിയാണ്. സ്തോത്രം. നോക്ക്, ക്ഷമയെന്ന് പറയുന്നത് നിൻ്റെ ഇന്നലെ മാറ്റുന്നില്ല. ക്ഷമയെന്ന് പറയുന്നത് നിൻ്റെ നാളെ മാറ്റുകയാണ്. ഒരിക്കൽ കൂടെ, ക്ഷമ നിൻ്റെ പാസ്റ്റിനെ മാറ്റുന്നില്ല, ക്ഷമ നിൻ്റെ ഫ്യൂച്ചറിനെയാണ് മാറ്റുന്നത്. എൻ്റെ ഫ്യൂച്ചർ, എൻ്റെ ഭാവി നല്ലതാകണമെന്ന് പറയുന്നവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. റിയലി. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, നാളെ നമതേ പറഞ്ഞേ. ഒരു തമിഴ് വാക്ക് ഫ്രീ ആയിട്ട് പറഞ്ഞു തന്നു. നല്ല നാളെ. നാളെ നമ്മളതാ, നല്ല നാളെയാ. പക്ഷെ നല്ല നാളെ വരണമെങ്കിൽ ഇന്ന് നന്നാകണം. ഒരു ഉദാഹരണം പറയാം. കർത്താവായ യേശു ക്രിസ്തു ബഥാനിയൽ ആ ലാസറിന്റെ കല്ലറയ്ക്കരികിൽ നിന്ന് ഒച്ചത്തിൽ വിളിച്ചു. എന്താ പറഞ്ഞു? അയ്യോ പോയേ എന്നല്ല കർത്താവ് പറഞ്ഞേ, അയ്യോ വായേ എന്നാണ് കർത്താവ് പറഞ്ഞേ. ഓ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരിക്കൽ കൂടെ, അയ്യോ ലാസർ പോയേ എന്നല്ല കർത്താവ് പറഞ്ഞത്, ലാസറെ പുറത്തു വരാനാണ് കർത്താവ് പറഞ്ഞേ. ലാസർ എങ്ങനെ വന്നിരിക്കും? എന്നാലും അവൻ്റെ കയ്യും കാലുമൊക്കെ കെട്ടി നേരെ നടക്കാൻ വയ്യാതെ ഒരു തവളച്ചാട്ടം പോലെ ലാസർ പുറത്തേക്ക് വന്നപ്പോൾ എൻ്റെ കർത്താവ് ഇപ്രകാരം പറഞ്ഞു, അവൻ്റെ കെട്ടഴിപ്പിൻ അവൻ പോകട്ടെ. പലര് ചർച്ചിൽ വരുന്നത് അല്ലെങ്കിൽ ആത്മീയതയിൽ ജീവിക്കുന്നത് പാപത്തിൽ നിന്ന് പുറത്തു വന്നു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ആ ഗുഹ പോലെയുള്ള കല്ലറയ്ക്ക് നിന്ന് ലാസർ പുറത്തു വന്നു. പക്ഷെ പലത് ജീവിക്കുന്നത് ഒരാത്മീയ തവളച്ചാട്ടം പോലെയാണ്. അപ്പോഴാണ് ഫൊർഗീവ്നെസ്സിൻ്റെ ദൂത് കേട്ടത്, അവൻ്റെ കെട്ടഴിപ്പിൻ അവൻ പോകട്ടെ. നിൻ്റെ പഴയ പാസ്റ്റർ കെട്ടിയ, നിൻ്റെ പഴയ കൊച്ചപ്പൻ കെട്ടിയ, പഴയ ടീച്ചർ കെട്ടിയ, പഴയ സ്കൂള് കെട്ടിയ, പഴയ ജീവിതത്തിൻ്റെ തിന്മകൾ കെട്ടിയ, നോക്കാൻറ്റി എന്നെ കണ്ടു നോക്ക്. സ്തോത്രം. ആ കെട്ടുകളെ മുഴുവൻ അഴിച്ച് യേശുവിൻ്റെ നാമത്തിൽ നല്ല നാളേക്ക് വേണ്ടി സ്വതന്ത്രമായി മുന്നോട്ട് പോട്ടെ. കൈയടിക്കുന്ന നന്നായി കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ച്. സോ ഫോർഗിവ്നെസ് ഒരു വീക്ക്നെസ് അല്ല, ഫോർഗിവ്നെസ് ഭീരുത്വമല്ല. ക്ഷമയെന്ന് പറയുന്നത് അത് ഭയമല്ല. ക്ഷമയെന്ന് പറയുന്നത് അത് ഫ്രീഡമാണ്, സ്വാതന്ത്ര്യമാണ്. ക്ഷമയെന്ന് പറയുന്നത് സൗഖ്യമാണ്. ക്ഷമയെന്ന് പറയുന്നത് ശത്രുവിനെ മാറ്റി നിർത്തുന്നതാണ്.
ക്ഷമയെന്ന് പറയുന്നത് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. ക്ഷമയെന്ന് പറയുന്നത് എൻ്റെ നാളെയെ നല്ലതാക്കുന്നതാണ്. യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ സെപ്റ്റംബറിനേക്കാൾ ഒത്തിരി മെച്ചപ്പെട്ട നല്ലൊരു ഒക്ടോബറിലേക്ക് നമ്മൾ പ്രവേശിപ്പാൻ, ഈ വർഷത്തേക്കാൾ അടുത്ത വർഷങ്ങൾ ഒത്തിരി നല്ലതായി തീരുവാൻ, ശത്രുവിൻ്റെ കലവറയല്ല നമ്മുടെ ജീവിതം. കയ്പ് എനിക്കില്ല, അൺഫർഗിവ്നെസ് എനിക്കില്ല. രക്ഷ പോലെ, സ്നാനം പോലെ, പരിശുദ്ധാത്മ വിഷയം പോലെ അടിസ്ഥാന ഉപദേശമാണത്. ക്ഷമിക്കുക. എത്ര പേർ കരങ്ങൾ ഉയർത്തി പറയാമേ? അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, ദൈവത്തിൻ്റെ നീതി നിന്നിൽ വെളിപ്പെടും. കാരണം കർത്താവ് പറഞ്ഞു, പ്രതികാരം എനിക്കുള്ളത്, അത് നീ തൊടല്. അത് അപ്പച്ചൻ മാത്രം കൈകാര്യം ചെയ്യുന്നതാണ്. പ്രതികാരം എനിക്ക്. ഈ പല കാര്യങ്ങളിൽ കർത്താവ് തൊടാതിരിക്കുന്നത് നമ്മൾ ക്ഷമിക്കാത്തതുകൊണ്ടാണ്. ഒരു സംഭവം കൂടെ പറയാം. കല്ലേറ് നാനാ ദിശകളിൽ നിന്ന് വരിക. പാവം ചെറുക്കൻ, നാനാ ദിശകളിൽ നിന്ന് കല്ലേറ് വരിക. ആദ്യത്തെ ക്രിസ്ത്യൻ രക്തസാക്ഷിയായി സ്തെഫാനോസ് വീഴുക. ഈ അടുത്ത സമയത്ത് പെറി സ്റ്റോൺ എന്ന ദൈവദാസൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, മനി ആ പിക്ചർ കാണിക്കണം, സ്തോത്രം. പെറി സ്റ്റോൺ എന്ന് പറയുന്ന ആ ദൈവദാസൻ പറഞ്ഞു, സ്തോത്രം, ചാർലി കിർക്ക്. ഈ സഹോദരൻ 31ാമത്തെ വയസ്സിൽ, നിങ്ങളെല്ലാവരും മീഡിയയിൽ കണ്ടതാണ്, ക്രിസ്ത്യൻ രക്തസാക്ഷിയാണ് ഈ മനുഷ്യൻ. അവൻ ക്രിസ്ത്യൻ രക്തസാക്ഷി ചാർലി കിർക്ക്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, യവൻ നിർത്തിയെടുത്തെന്നാണ് 10,000 തുടങ്ങാൻ പോവുക. യവനെ കൊന്നവൻ, യവൻ്റെ ചങ്കിന് നേരെ വെടിവെച്ചവൻ, സ്തോത്രം, ഇവൻ മരിച്ച് സ്വർഗത്തേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഇദ്ദേഹത്തെ തടഞ്ഞു നിർത്തി, നിന്നെ കൊന്നവനോട് നിനക്ക് എന്താ ഉള്ളത് എന്ന് ചോദിച്ചാൽ ഈ സഹോദരൻ പറയും, സ്തോത്രം, ഞാൻ അവനോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാട്ടെ. കാരണം ഇത് പ്രതികാരത്തിൻ്റെ പുസ്തകമല്ല, ഇത് ക്ഷമയുടെ പുസ്തകമാണ്. ഹല്ലേലൂയ, സ്തോത്രം. തൻ്റെ അടുക്കലേക്ക് തൻ്റെ ശരീരത്തിൽ പല ഡിറക്ഷനിൽ കല്ല് വന്നപ്പോൾ സ്തെഫാനോസ് എങ്ങനെയാണ് പറയുന്നത്, കർത്താവേ, ഇവിടെ പാപം ഇവരുടെ മേൽ നിലനിർത്തരുതേ. ആ കല്ലേറിന് നേതൃത്വം നൽകി ഒരുത്തനുണ്ടായിരുന്നു. അവൻ്റെ പേരാണ് ശൗല്. സ്തോത്രം, ശൗല്. ഞാൻ ഒരു കാര്യം പറയട്ടെ, സ്തെഫാനോസ് അവരോട് ക്ഷമിച്ചത് കൊണ്ടാണ് ശൗലിനെ ദൈവം തൊട്ടത്. കേരളമേ കേൾക്ക്, ഇന്ത്യയെ കേൾക്ക്, ചില ശൗലുമാരെ എൻ്റെ അപ്പച്ചന് ഈ ദിവസങ്ങളിൽ തൊടുവാനുണ്ട്. നിന്റെ അകത്തിരിക്കുന്ന ആ കയ്പിന്റെ കെട്ട് അഴിയട്ടെ. ആ പകയുടെ കെട്ട് യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു പോകട്ടെ. സ്തോത്രം. അങ്ങനെയാകുമ്പോൾ ദൈവത്തിൻ്റെ നീതി വെളിപ്പെടും. രണ്ടുപേരെ തൊട്ട് പറഞ്ഞ നീതി വെളിപ്പെടാൻ നേരമായി. പറഞ്ഞേ, രണ്ടുപേരെ തൊട്ട് പറയാം, വേട്ടെന്ന് പറ. തോമസ് വന്നേ മോനെ, ദേശത്തെല്ലായിടത്തും ക്ഷാമം, പക്ഷെ ഒരിടത്ത് ധാന്യമുണ്ടെന്ന് കേൾക്കുന്നു. ദേശത്തെല്ലായിടത്തും ക്ഷാമം, പക്ഷേ ഒരിടത്ത് ധാന്യമുണ്ട്. യാക്കോബ് മക്കളോട് പറഞ്ഞു, നിങ്ങളിങ്ങനെ പരസ്പരം ഇല്ല, പണ്ടുണ്ടായിരുന്നു ഇപ്പം ഇല്ല, പണ്ട് വെളിപ്പാടുണ്ടായിരുന്നു ഇപ്പം ഇല്ല, പണ്ട് ശുശ്രൂഷ ഉണ്ടായിരുന്നു ഇപ്പം ഇല്ല, പണ്ട് പ്രവചനം ഉണ്ടായിരുന്നു ഇപ്പം ഇല്ല എന്ന വല്ലായ്മയും ഇല്ലായ്മയും പറയാതെ എവിടെ ഉണ്ട് അവിടെ പോയി ധാന്യം കൊള്ളാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവരെ ഈജിപ്തിലേക്ക് വന്നു. നിൻ്റെ ഈജിപ്തിലേക്ക് ചിലർക്ക് വരേണ്ടി വരും. നിൻ്റെ കുടുംബക്കാർക്ക്, നിൻ്റെ പഴയ സ്നേഹിതർക്ക്, പഴയ പരിചയക്കാർക്ക് നീ ആരെന്ന് ഇതുവരെ അവർക്ക് വെളിപ്പെട്ടിട്ടില്ല.
അത് വെളിപ്പെടേണ്ട സമയം ഇതാ. മോനെ, എനിക്കിതൊക്കെ പറയാനേ അറിയത്തുള്ളൂ. നീ ആരൊന്നും ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല, അവർ വരും. പക്ഷെ നീ നിൽക്കുന്നത് നിന്റെ നീതിയുടെ ഗ്രൗണ്ടിലല്ല, നീ നിൽക്കുന്നത് അവൻ്റെ നീതിയുടെ ഗ്രൗണ്ടിലാണ്. ഞാനത് ക്ഷമിച്ചു, ഞാൻ അവരോട് മറന്നു. അവർ വന്നു, അവരെ വയറും നിറഞ്ഞു, അവരെ ചാക്കും നിറഞ്ഞു. അവൻ സ്റ്റോർ ഹൗസ് തുറക്കാനായിട്ട് ഇങ്ങനെ താക്കോലെടുക്കുമ്പോൾ അവൻ്റെ കൈ നിറയെ ഭയങ്കര സ്കാറായിരുന്നു. എൻ്റെ കയ്യിൽ ഇങ്ങനെ ഭയങ്കര സ്കാറ്, ഭയങ്കര പാടുകളായിരുന്നു. വലിയ ആഴത്തിലുള്ള മുറിവിൻ്റെ പാടായിരുന്നു. ജോസഫേ, ജോസഫേ, ഇതെങ്ങനെയാടാ ഈ മുറിവുണ്ടായത്? എങ്ങനെയാ മുറിവുണ്ടായ? പറ. താക്കോൽ പിടിക്കുന്ന നിൻ്റെ കയ്യിൽ എങ്ങനെയാ ഈ മുറിവുണ്ടായത്? ഇന്ന് ഈ അധികാരത്തിൻ്റെ താക്കോൽ പിടിക്കുന്ന നിൻ്റെ കയ്യിൽ എങ്ങനെയാ ഈ മുറിവുണ്ടായത്? അതേ, പണ്ട് ഞാൻ ജയിലിലായിരുന്നേ. പണ്ട് ഞാൻ ജയിലിൽ കിടന്നപ്പോൾ എൻ്റെ കയ്യിലും കാലിലും കഴുത്തിലും ഒക്കെ ചങ്ങല ഉണ്ടായിരുന്നു. എൻ്റെ കഴുത്തിലും കയ്യിലും കാലിലും ചങ്ങല ഉണ്ടായിരുന്നു. ആ ചങ്ങലയെ മുറിച്ചെടുത്തപ്പോൾ ഉണ്ടായ മുറിവുകളാണ്. ഞാൻ പറയട്ടെ, ചിലർ ജീവിക്കുന്നത് മുറിവുകളിലാണ്. എന്ന പകൽ കർത്താവ് അത് സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നത്. ആ മുറിവുകൾ സൗഖ്യമാകുമ്പോൾ പിന്നെ അത് സ്കാറുകളാകും, പിന്നെ അത് പാടുകളാകും. മുറിവിലല്ല നീ ജീവിക്കേണ്ടത്. ഞാൻ വീണ്ടും പറയും, മുറിവുകളിലല്ല നീ ജീവിക്കേണ്ടത്. നീ മുറിഞ്ഞത് മതി. മറ്റുള്ളവർ മുറിച്ച് നോ 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 നോ, നീ മുറിവിലല്ല ജീവിക്കേണ്ടത്, നീ മുറിഞ്ഞത് മതി. ആ മുറിവിന്റെ പാടുകളെല്ലാം നാളെ നിന്റെ സാക്ഷ്യമാകാൻ വേണ്ടി പോകുകയാണ്. ആ മുറിവിന്റെ പാടുകളെല്ലാം ഭാവിയിൽ നിന്റെ സാക്ഷ്യങ്ങളാണ്. നീ ഒറ്റപ്പെട്ടത്, നീ അപവാദം കേട്ടത്, നീ പിടഞ്ഞത്, നിന്റെ വേദനകൾ, ലോൺലിനെസ്, ഏകാന്തതകൾ, സകലതും കേൾക്കുന്നോ? നിങ്ങൾ കുട്ടികൾ കേൾക്കുന്നോ? അതെല്ലാം, ആ മുറിവുകളെല്ലാം അവൻ സൗഖ്യമാക്കുമ്പോൾ പാടവിടെ ഉണ്ടായിരിക്കും. പക്ഷേ ആ പാടുകൾ നിൻ്റെ ടെസ്റ്റ് മണി ആയിരിക്കും. അതപ്പച്ചൻ്റെ ഒരു നീതിയാണ്. ഈ ദിവസങ്ങൾ നിന്നിലൂടെ, നിൻ്റെ മക്കളിലൂടെ ദൈവം അത് ചെയ്യാൻ വേണ്ടി പോകുന്നു. കഴിഞ്ഞ ദിവസം യൂട്യൂബിലിരുന്ന്, അല്ല ഫേസ്ബുക്കിലായിരിക്കും, സോഷ്യൽ മീഡിയയിൽ 2 യഹൂദ ഉന്നതന്മാർ പറയുന്നു, അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്ത ലബാനോൻ മലനിരകൾ ഞങ്ങൾ പിടിക്കും, സീനായി മരുഭൂമി ഞങ്ങൾ ഏറ്റെടുക്കും, ഞങ്ങൾ മഹാനദിയായ യൂഫ്രട്ടീസും സ്തോത്രം അത് തുടങ്ങി നൈൽ നദി വരെ ഞങ്ങൾ പിടിക്കും. അതൊക്കെ കേട്ടപ്പോൾ ഞാൻ ഇങ്ങനെ അറിയാതെ പറഞ്ഞു പോയി, ചുക്ക് നടക്കും. എടാ യഹൂദ, നിന്നെ കൊണ്ടത് പറ്റത്തില്ല. ബെഞ്ചമിൻ നെതന്യാഹുവിനെ കൊണ്ടത് പറ്റത്തില്ല. പക്ഷേ മെശിഹായിലൂടെ മാത്രമേ അത് നടക്കത്തുള്ളൂ. നീ കേട്ടത് നേടാൻ നിന്നെ കൊണ്ട് പറ്റത്തില്ല. കർത്താവ് യേശുവിലൂടെ മാത്രമേ നിനക്കത് നടക്കത്തുള്ളൂ എന്ന്. ആശ്രയം യേശുവിൽ എന്നതിനാ ഭാഗ്യവാൻ. കേക്ക്, നിന്നിലൂടെ നടക്കത്തില്ല. അവസാനം ലോകരാജ്യങ്ങൾ മുഴുവൻ അവനെതിരെ മാർച്ച് ചെയ്യും. ഖത്തർ പോകും. ഇന്നത്തെ സാഹചര്യം ആദ്യം പോകുന്ന ഖത്തറായിരിക്കും. സൗദി അറേബ്യ കൂടെ പോകും. ഇറാനും ഇറാഖും പണ്ടേ റെഡിയാ. ചൈന കൂടെ ഉണ്ടായിരിക്കും. പുട്ടിനായിരിക്കും ഒരു പക്ഷേ അവരെ നയിക്കുന്നത്. എല്ലാം കൂടെ ചെന്ന് യഹോശാഫാത്ത് താഴ്വരയിലെങ്കിൽ നിവർന്ന് നിൽക്കും. ഇന്ന് കാണുന്നതായി യഹൂദന്മാരിൽ 2 ഭാഗം കൊല്ലപ്പെടും. റിയലി പുസ്തകം പറയുന്നത് 2 ഭാഗം കൊല്ലപ്പെടുമ്പോൾ, പണ്ട് കല്ലെറിഞ്ഞ പണ്ട് ക്രൂശിച്ച ഒരുത്തനുണ്ടല്ലോ, പണ്ട് മുറിവേൽപ്പിച്ച ഒരുത്തനുണ്ടല്ലോ, പണ്ട് മുറിവേൽപ്പിച്ച തള്ളിക്കളഞ്ഞ ഒരുത്തനുണ്ടല്ലോ, അവങ്കിലേക്ക് തിരിഞ്ഞു നിന്ന് നിലവിളിക്കും. പക്ഷെ അവൻ പ്രതികാരത്തിൻ്റെ അപ്പച്ചനല്ല, അവൻ ക്ഷമയുടെ ദൈവമായത് കൊണ്ട് അവൻ ക്ഷമയുടെ ദൈവമായതുകൊണ്ട് ലോകം മുഴുവൻ കാണത്തക്ക വിധത്തിൽ അവൻ ഒരു മലയിൽ ഇറങ്ങി നിൽക്കുക. അവൻ വിളിക്കുമ്പോൾ അവൻ ഇറങ്ങി വരുമെങ്കിൽ നീ വിളിക്കുമ്പോൾ എത്ര വേഗത്തിൽ അവൻ ഇറങ്ങി വരും.
കുട്ടി, ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ അനുഭവിച്ചതുകൊണ്ടാണ് ഈ ഒറ്റ പീസ ഈ ഷേപ്പിൽ ഞാൻ നിൻ്റെ മുൻപിൽ നിൽക്കുന്നത്. നീ ഹൃദയം തകരുമ്പോൾ നിൻ്റെ അടുക്കൽ ഇറങ്ങി വരുന്ന ഒരു കർത്താവുണ്ട്. ആരൊക്കെ ഒറ്റുകൊടുത്താലും, ആരൊക്കെ കൂടെ നിന്ന് ചതിച്ചാലും, എന്തൊക്കെ പ്രശ്നം വന്നാലും നിന്റെ തലയിലെ രോമങ്ങളെ എണ്ണി അറിഞ്ഞിരിക്കുന്ന സർവശക്തനായ കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ കൈവിടുകയുമില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയുമില്ല. യോസെഫിന്റെ കയ്യിൽ മുറിവുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ. ഒലിവുമലയിൽ വന്ന് ഒലിവുമല വിഭാഗപ്പെട്ട് യെരൂശലേമിലേക്ക് അവൻ പ്രവേശിച്ച് ദാവീദിൻ്റെ സിംഹാസനം ഇരിക്കുമ്പോൾ യോസെഫിൻ്റെ കയ്യിലെ മുറിവ് കണ്ടവർ, അവൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ടവർ, സ്തോത്രം, എൻ്റെ കയ്യിലെയും കാലിലെയും മുറിവുകളെ കണ്ട് ചോദിക്കും, ഇതെങ്ങനെയാണ് ഈ മുറിവ് പറ്റിയേ, എങ്ങനെയാണ് ഈ മുറിവ് പറ്റിയേ? അപ്പോൾ കർത്താവ് എന്താ പറയുന്നേ? നിൻ്റെ അപ്പന്മാരെനിക്ക് എന്നല്ല പറഞ്ഞേ, അവനിൽ പകയില്ലാത്തത് കൊണ്ട്, ഒരിക്കൽ കൂടെ, അവനിൽ പകയില്ലാത്തത് കൊണ്ട്, അവനിൽ കയ്പില്ലാത്തത് കൊണ്ട് അവനിങ്ങനെ പറയും, എന്നെ സ്നേഹിച്ചവരുടെ വീട്ടിൽ വെച്ച് ഞാൻ അടികൊണ്ടതാകുന്ന. മുറിവേറ്റ കൈ കൊണ്ട് യോസെഫ് ആ സ്റ്റോർ ഹൗസിൻ്റെ താക്കോൽ പിടിച്ചെങ്കിൽ, ആണിപ്പഴുതുള്ള കൈ കൊണ്ട് യേശു കർത്താവ് രാജദണ്ഡ് പിടിക്കും. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യങ്സ്റ്റേഴ്സ് എല്ലാം ഇത് ഏറ്റെടുക്കണം. നിൻ്റെ അപ്പന്മാർ കൈകാര്യം ചെയ്തിട്ടില്ലാത്ത, നിൻ്റെ അമ്മമാർ കൈകാര്യം ചെയ്തിട്ടില്ല എന്തോ ഒന്ന്, വേറെ ആർക്കുമില്ലാത്ത മുറിവുകൾ നിനക്കുണ്ടെങ്കിൽ, വേറെ ആരുമില്ലാത്ത കണ്ണുനീരുകൾ നീ ഇടത്തേക്കും വലത്തേക്കും തുടച്ചു മാറ്റിയെങ്കിൽ അതിനെ ചേർത്ത് പിടിപ്പാൻ ദൈവത്തിൻ്റെ നീതി നിൻ്റെ മേൽ വെളിപ്പെടാം. ഹല്ലേലൂയ. അത് കർത്താവിൻ്റെ നീതിയാണ്. യേശു കർത്താവ് ഇറങ്ങി നിന്നു. സ്തോത്രം. ഏത് യഹൂദന്മാരാണോ തള്ളിയത് അവർക്ക് രാജാവായി, അവർക്ക് സഹായമായി കർത്താവ് ഇറങ്ങി വരുവാൻ വേണ്ടി പോകുന്നു. ഇന്ന് പകൽ ദൈവം എന്നെ കാണിച്ച ചിത്രം ഇതാണ്. നിങ്ങളെ ഇളക്കുന്നതല്ല, നിങ്ങളെ തുള്ളിച്ചാടിപ്പിക്കുന്നതല്ല, തീയെങ്കിൽ മെഴുകുരുകുന്നത് പോലെ നമ്മുടെ ഹൃദയം ഒന്ന് ഉരുകുമാറാകട്ടെ. കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചേ. സൂര്യൻ ഉദിക്കുമ്പോൾ സ്തോത്രം ആയുസ് ഉരുകുന്നത് പോലെ, മഞ്ഞക്കടങ്ങൾ ഉരുകി മാറുന്നത് പോലെ നമ്മുടെ കാടിൻ്റെ ഹൃദയങ്ങളെല്ലാം ഉരുകി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലവിളിച്ച് പറഞ്ഞേ, അപ്പാ ഞാൻ ക്ഷമിക്കുന്നു, മനഃപൂർവ്വം ക്ഷമിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കണം. ഞാൻ ക്ഷമിക്കുന്നു. 2 ദിശകളിൽ ഇന്ന് പകൽ പ്രാർത്ഥിക്കണം. 1, എന്നോട് ക്ഷമിക്കണമേ. 2, മറ്റുള്ളവരോട് ഞാൻ ക്ഷമിക്കുന്നു. മറ്റുള്ളവരോട് ഞാൻ ക്ഷമിക്കുന്നു. എന്നെ കരയിപ്പിച്ചവരുണ്ട്, എന്നെ തകർത്തവരുണ്ട്, എനിക്കെതിരെ ഗൂഢാലോചന പറഞ്ഞവരുണ്ട്, നടത്തിയവരുണ്ട്, എനിക്ക് നേരെ പ്രശ്നമാക്കിയവരുണ്ട്, എന്നെ റിജക്റ്റ് ചെയ്തവരുണ്ട്, എനിക്ക് നേരെ അപവാദം പറഞ്ഞവരുണ്ട്. വാട്ടവർ ലോകവും നരകവും ഒരുമിച്ച് നിന്നാലും എന്നെ തകർക്കാൻ കഴിയത്തില്ലെന്ന് ദൈവദാസൻ പറഞ്ഞു. യെസ്, വെളിപ്പെടട്ടെ. ആരും മൗനമായി പ്രാർത്ഥിക്കല്ലേ പ്ലീസ്. ആരും മൗനമായി പ്രാർത്ഥിക്കല്ലേ. കണ്ണുനീരോടെ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് കരയാനറിയോ മക്കളെ? എവിടെയാ നീ മുറിവേറ്റ? പറഞ്ഞേ. എവിടെയാ നീ ചത്താ മതി എന്ന് പറഞ്ഞേ. ചെറിയ പ്രായത്തിൽ എവിടെ ആത്മഹത്യയെക്കുറിച്ച് നീ ചിന്തിച്ച? പറഞ്ഞേ. ഇപ്പം മതി യഹോവേ, എൻ്റെ ജീവനെ എടുക്കണമേ. ആരാ ആഗ്രഹിച്ച? ആരാ കഴിഞ്ഞ ആഴ്ച അങ്ങനെ പറഞ്ഞേ? ജീവിതം മടുത്തെന്ന് പറഞ്ഞത് ആരാ? ഒന്നും നടക്കുന്നില്ല, ഒന്നും വിചാരിക്കുന്ന പോലെ മുന്നോട്ട് പോകുന്നില്ല. വാട്ട്സ് ദ യൂസ് ഓഫ് ലൈഫ് എന്നാരാ പറഞ്ഞേ? Come on. നമ്മുടെ ഈ മതത്തിൻ്റെ മുഖംമൂടി എല്ലാം മാറ്റി ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ ഉൾപ്പെടെയുള്ളവർ, കമാൺ, ഐ ഗിവ് യു കമ്പനി.
സ്തോത്രം. ശബ്ദം ഉയർത്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ കണ്ണുകൾ അടച്ച് 5 മിനിറ്റ് കൊണ്ട് പ്രാർത്ഥിക്കാൻ. ശബ്ദം ഉയർത്തി. ഓൺലൈനിലായിരിക്കുന്ന എല്ലാവരും പ്രാർത്ഥിച്ച് നിർബന്ധമായി സ്ക്രീനിലേക്ക് നോക്കാതെ കണ്ണുകൾ അടച്ച് ദൈവസന്നിധി പ്രാർത്ഥിക്കും. യെസ്, റൈസ് യുവർ വോയിസ്. വേണമെന്ന് വെച്ച് അവർ നിന്നെ ചതിച്ചു. വേണമെന്ന് വെച്ച് നിന്റെ നന്മകളെല്ലാം അപഹരിച്ചു. വേണമെന്ന് വെച്ച് നിന്നെ മുറിവേൽപ്പിച്ചു. വേണമെന്ന് വെച്ച് നിന്നെ തകർത്തു. പക്ഷെ ഇന്ന് പകൽ നമ്മൾ പറയും, മനഃപൂർവ്വം ഞാൻ അവരോട് ക്ഷമിക്കുന്നു. മനഃപൂർവ്വം ഞാൻ അവരോട് ക്ഷമിക്കുന്നു. കമോൺ, മനഃപൂർവ്വം ഞാൻ അവരോട് ക്ഷമിക്കുന്നു. ഞാൻ അവരോട് ക്ഷമിക്കുന്നു എന്ന് പറയുന്നവർ 2 കരങ്ങളെ ഉയർത്തിങ്ങി. ഏത് ടീച്ചറാ നിന്നെ വേദനിപ്പിച്ചേ? ഏത് ക്ലാസ്സാ, ഏത് ഫ്രണ്ട്സാ നിന്നെ കരയിപ്പിച്ചേ? ഏത് റിലേറ്റീവ്സാ നിനക്ക് വ്യഥയും വേദനയും തന്നെ? അപ്പനാണോ അമ്മയാണോ? കമോൺ ടെൽ ഹിം. യേശു ഇന്ന് പകൽ ഇവിടെയുണ്ട്. കർത്താവ് ഇന്ന് പകൽ ഇവിടെ ഇറങ്ങി നടക്കുന്നു. ആരാ നിന്നെ വേദനിപ്പിച്ചേ? കണ്ണുകൾ അടച്ച് സൈക്കോളജിസ്റ്റിൻ്റെ മുൻപിൽ നിനക്ക് തുറന്ന് പറവാൻ കഴിയാത്തത് യേശുവിൻ്റെ മുൻപിൽ നിനക്ക് പറവാൻ കഴിയും. കാരണം മുറിവെന്തെന്ന് അവനറിയാം. അടിപ്പിണർ എന്തെന്ന് യേശുവിനറിയാം. ഒറ്റപ്പെടൽ എന്തെന്ന് യേശുവിനറിയാം. ഗതശമനി എന്തെന്ന് യേശുവിനറിയാം. ഗോൽഗോന്ത എന്തെന്ന് യേശു അനുഭവിച്ചു. കമോൺ, 2 കരങ്ങളെ ഉയർത്തി. ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ആരാണോ നിന്നെ വേദനിപ്പിച്ചത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ. യെസ് യെസ്, അധരങ്ങൾ തുറക്കട്ടെ. ആരാണോ നിന്നെ വേദനിപ്പിച്ചത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ക്ഷമിച്ച് പ്രാർത്ഥിക്കുക. ക്ഷമിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, ഞാൻ അവരോട് ക്ഷമിക്കുന്നു. പറഞ്ഞേ, കർത്താവേ, ഞാൻ അവരോട് ക്ഷമിക്കുന്നു. ക്ഷമിച്ച് പ്രാർത്ഥിച്ചു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ വീണ്ടും വീണ്ടും പറയട്ടെ, വീണ്ടും ചെന്ന് അവരുടെ അടുക്കൽ ചെന്ന് നിന്ന് വീണ്ടും അടുത്ത മുറിവുണ്ടാക്കാനല്ല ഞാൻ പറഞ്ഞത്. പകരം ക്ഷമിക്കുക. മുടന്തി നടക്കുന്നത് പോലെ നടക്കല്ല. വാക്ക് ഇൻ ഫ്രീഡം. 2 കരങ്ങൾ ഉയരട്ടെ.